ആദിറായ റബ്ബിൻ ദൂതർ ചാരത്തെത്തുമേ മുന്നറിയിപ്പില്ലാതെത്തും മരണം എന്നുമേ. മുന്നൊരുക്കമില്ലായെങ്കിൽ നാശം തന്നെയാ. ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ അങ്കടിമുഖർ പെരുന്നാപ്പറമ്പ് നജാത്തുൽ ഇസ്ലാം ദഫ് കമ്മിറ്റിയുടെയും നൂറുൽ ഇസ്ലാം മദ്രസയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന വാർഷികവും 59ാം വാർഷികവും ദഫ് റാത്തീബ് നേർച്ചയുടെയും മതവിജ്ഞാന സദസ്സിൻ്റെ ഔപചാരികമായി പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്ന പ്രിയങ്കരനായ സഹോദരൻ, ഈ നാട്ടിൻ്റെ കാരണവർ എല്ലാമായ ബഹുനിര യൂസുഫ് ഹാജി അവർകൾ, സ്വാഗത പ്രഭാഷണം കൊണ്ട് ഈ വേദി ധന്യമാക്കിയ പ്രിയങ്കരനായ സഹോദരൻ, നമ്മുടെ മദ്രസയുടെ പ്രിയങ്കരനായ ഇമാമായ ഉസ്താദ് തൻവീർ അമാനി ഉസ്താദ് അവർകൾ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മ പെങ്ങന്മാരെ, കുഞ്ഞനുജന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ശിഷ്ടമുള്ള ജീവിതം ഇഷ്ടത്തിലായി, നാഥന്റെ ഇഷ്ടത്തിലായി അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഷ്ടമുള്ള ജീവിതത്തിൽ അല്ലാഹുവിന് പൊരുത്തപ്പെട്ട അമലായി കഴിഞ്ഞുപോയ കാലങ്ങളുടെ സർവ്വ പാപങ്ങളും അല്ലാഹു നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. ഇനിയുള്ള കാലം അല്ലാഹു തരുന്ന ആയുസിന്റെ അളവിന്റെ ഉള്ളിൽ എല്ലാ നന്മകൾ ചെയ്യാനും അവന് പൊരുത്തപ്പെട്ട നിലയിൽ ജീവിച്ച് മരിക്കാനും അല്ലാഹുനാഥനായ റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. അതിലുപരി നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ കാരണവന്മാർ, ഉപ്പമാർ, ഉമ്മമാർ, കൂട്ടുകുടുംബങ്ങൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വൈകിയ ഈ വേളയിൽ ആമുഖങ്ങളൊന്നുമില്ലാതെ എൻ്റെ വിഷയത്തിലോട്ട് ഞാൻ കടക്കുകയാണ്. ഒരു പുതിയ വർഷത്തിന്റെ 2026 ന്യൂ ഇയറിന്റെ ഒരു ആരംഭത്തിൽ ഒരുപാട് വാളുകളും ഒരുപാട് പ്രഭാഷണങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട നിങ്ങൾ ഇന്നും അൽഹംദുലില്ലാഹ് അങ്കടിമുഖർ പെരുന്നാപ്പറമ്പ് നജാത്തുൽ ഇസ്ലാം ദഫ് കമ്മിറ്റിയുടെയും നൂറുൽ ഇസ്ലാം മദ്രസയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ വാർഷിക പരിപാടി അൽഹംദുലില്ലാഹ് 30, 31, 1, 2, 3 തീയതികൾ 5 ദിവസം അരങ്ങേറുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് 3ാമത്തെ ദിവസത്തെ പരിപാടിയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും തരുമാറാവട്ടെ. ഞാൻ തൊട്ടടുത്ത് 300-ൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അങ്കടിമുഖറിൽ ആദ്യമായിട്ടാണെങ്കിൽ പോലും ഗ്രാമപ്രദേശമായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ കാണുമ്പോൾ സന്തോഷമുണ്ട്. ഇവിടെ വരാൻ കഴിഞ്ഞതിൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നമുക്ക് തരുമാറാവട്ടെ. നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം വഴികേടിലാകുന്ന യുവത്വം എന്നുള്ളതാണ്. ന്യൂ ഇയറിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രഭാഷണങ്ങൾ ഉസ്താദന്മാർ മൊത്തം പറഞ്ഞതും യുവാക്കളെ പറ്റി തന്നെയാണ്. യുവാക്കൾ എന്ന് പറയാൽ നമ്മുടെ നാട്ടിന്റെ ഏറ്റവും വലിയ ആലംബവും അവലംബവും എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ നിലനിൽപ്പിനും ആധാരം നമ്മുടെ യുവാക്കളാണ്. ആ യുവാക്കൾ വർത്തമാന കാലഘട്ടത്തിൽ വഴികേടിലായി കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഏറ്റവും അനുയോജ്യവും കാലികവുമാണ്. ബഹുമാനപ്പെട്ട സ്വാഗത പ്രഭാഷകനായ അമാനി ഉസ്താദ് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ചോദ്യങ്ങൾ ശരംപൽ പോലെ നമ്മുടെ മുന്നിൽ വന്ന് പതിക്കുന്ന ആ രംഗം, അമ്പ് പോലെ നെഞ്ചിൽ തറയ്ക്കുന്ന ചില ചോദ്യങ്ങൾ. നിന്റെ ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? നിനക്ക് തന്ന ആരോഗ്യം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? യുവത്വം. ഇരിക്കുന്ന എൻ്റെ പ്രിയങ്കരനായ സഹോദരൻ തൗസീഫ്, എൻ്റെ പ്രിയങ്കരനായ കൂട്ടുകാരൻ റസാഖ്, 2 യുവാക്കളാണ്. എൻ്റെ കൂടെ വർഷങ്ങളായിട്ട് നല്ല ബന്ധവും നല്ല സ്നേഹവും നല്ല ആത്മാർത്ഥമായ കൂട്ടുമാണ് ഞങ്ങൾ തമ്മിൽ. യുവാക്കളാണ്. ആ യുവാക്കൾ എന്ന് പറഞ്ഞ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അവർ ഏത് ആലിമ്യങ്ങൾ വന്നാലും അവരുടെ കൂടെ കൂടുകയും അവരുടെ വാഹനത്തിൽ പോവുകയും അവരുമായിട്ട് ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ധാരാളം യുവാക്കളുണ്ട്. ഇപ്പൊ ഈ അങ്കടി മുകളിൽ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഞാനുമായിട്ട് ബന്ധപ്പെട്ടത് ധാരാളമായി ബന്ധപ്പെട്ടത് അബൂബക്കർ എന്ന് പറഞ്ഞ ഈ നാട്ടിൽ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ചെറുപ്പക്കാരനാണ്. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ഇത്തരം പ്രഭാഷണങ്ങൾക്ക് വേണ്ടിയിട്ട്, അതിന്റെ നല്ല നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് പണ്ഡിതന്മാരുമായിട്ട് ബന്ധപ്പെടുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട്. അത് വളരെ കുറവാണ്, ഞാൻ മനസ്സിലാക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് സൗണ്ട് ഉണ്ടല്ലേ, ഒന്ന് കൂട്ടി വെച്ചേക്കാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവാക്കൾ എന്ന് പറയുന്ന വിഷയം എൻ്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോ നാം എല്ലാവരും, നിങ്ങൾ ഇരിക്കുന്ന കുറെ താടി നിറച്ച മുടി നിറച്ച പാവങ്ങളായ സാധുക്കളായ വൃദ്ധരായ ആളുകളുണ്ട്.
നല്ല കൊടഹേറൊക്കെ ചാടി നല്ല ശരീരമൊക്കെ വീർത്തിരിക്കുന്ന മധ്യവയസ്കരായ 50-60 വയസ്സിന്റെ ഇടയിലുള്ള ആൾക്കാരുണ്ട്. യുവാക്കൾ എനിക്ക് തോന്നുന്നു യുവാക്കൾ വളരെ കുറവാണെന്നാണ്. പക്ഷെ യുവാക്കൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് സംസാരിക്കുമ്പോൾ കാരണവന്മാർ ചിന്തിക്കും അത് യുവാക്കൾ കേൾക്കേണ്ടതല്ലേ എന്നാണ്. യുവാക്കളെക്കാൾ ആ വിഷയം കേൾക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളാണ്. അള്ളാഹു നമ്മുടെ യുവാക്കൾക്കെല്ലാം ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. 2025 അവസാനിച്ച് 2026 ആരംഭത്തിൽ കഴിഞ്ഞ ദിവസം പാതിരാത്രി 12 മണിയായപ്പോൾ എറണാകുളത്തിന്റെ കൊച്ചിയുടെ നഗരത്തിൽ എത്ര ചെറുപ്പക്കാരെന്നറിയോ മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും ഹറാമിന്റെ തെരുവീഥികളിൽ ആറാടിയും നടക്കുന്ന ഒരുപാട് യുവാക്കളെ കാണാം. കള്ളുകുടിയും മദ്യപാനവും ചൂതാട്ടങ്ങളും ലഹരിയും വ്യഭിചാരവുമായിട്ട് നടക്കുന്ന അനേകായിരം ചെറുപ്പക്കാരെ കാണാം. കാസർഗോഡിന്റെ അങ്കടിമുകളിൽ ന്യൂ ഇയറിന്റെ തൊട്ടു മുമ്പിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പുതിയ വർഷം എന്നിൽ നിങ്ങൾ കടന്നു വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ നമുക്കുണ്ട്. ഈ ഒരു വർഷത്തിൽ നമ്മുടെ മക്കൾ, നമ്മുടെ ചെറുപ്പക്കാർ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ എന്താണ്? യുവാക്കളെ പറ്റിയിട്ട് എന്താണ് ഖുർആൻ പറയുന്നത്? യുവാക്കളെ പറ്റിയിട്ടാണ് എന്താണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്? വിശുദ്ധമായ ദീനിൽ ചെറുപ്പക്കാർ ആരായിരിക്കണം, എന്താണ് യുവാക്കളിൽ ഇസ്ലാമിന്റെ സ്ഥാനമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ നാട്ടിന്റെ നിലനിൽപ്പ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിമന്യന്മാരായ നേതാക്കന്മാർ വഴിതെറ്റിപ്പോകുന്ന യുവാക്കളെ പിടിച്ചു നിർത്താനായിട്ട് SKSSF എന്ന സംവിധാനം ഉണ്ടാക്കി. എല്ലാ സുന്നത്തി ജമാഅത്തിന്റെ സംവിധാനങ്ങളും SYS-ഉം SKSSF-ഉം തുടങ്ങിയ വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ട് വിക്കായുടെ ചെറുപ്പക്കാരെ അണിനിരത്തിയിട്ട് നമ്മുടെ സമസ്തയുടെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനത്തിന്റെ മുഴുവൻ പടയാളികളെയും അണിനിരത്താൻ വേണ്ടിയിട്ട് നാം ഒരുങ്ങി ഇറങ്ങുമ്പോൾ അതിനു വേണ്ടിയിട്ട് ചുക്കാൻ പിടിക്കുന്നത് മുഴുവനും ചെറുപ്പക്കാരാണ്. നമ്മുടെ പള്ളിയിൽ, നമ്മുടെ മദ്രസകളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ മുഴുവനും യുവാക്കളായിട്ട് നമ്മുടെ നാട്ടിൽ എല്ലാ നന്മകൾക്ക് വേണ്ടി ഇറങ്ങുമ്പോഴും നമ്മുടെ നാടിന്റെ നിലനിൽപ്പ് യുവാക്കളിലൂടെയാണ്. യുവാക്കൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വഴിതെറ്റിപ്പോകുന്ന സാഹചര്യവും സമയവുമാണ്. വിശുദ്ധമായ ദീൻ പറയുന്നത് ഒരു 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെയും യുവാക്കളുടെ സമയമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു നമുക്ക് സമയം തന്നിരിക്കുന്നത് യുവത്വമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിവെക്കുന്ന നിങ്ങൾ കേട്ടുകൊള്ളുക. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളുഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളുഅഫിൻ ഖുവാ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളുഅഫൻ വശൈബാ യഖ്ലുഖു മാ യശാ. കാസർഗോഡ് ജില്ലയിലെ അങ്കടിമുകളിന്റെ പ്രിയപ്പെട്ട ഒരു പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിന്റെ മജ്ലിസ് ഒരുമിച്ച് കൂടിയ സഹോദരാ, ആരാ യുവാക്കളെന്നറിയോ? ആരാണ് യുവാക്കളെന്നറിയോ? ഇസ്ലാമിൽ ഒരു യുവാവിന്റെ സ്ഥാനം എന്തെന്നറിയോ? അല്ലാഹ് അവന്റെ ഖുർആനിൽ വ്യക്തമായിട്ട് പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ടോ? എന്തെന്നറിയാമോ പറയുന്നത്? അല്ലാഹുല്ലദീ ഖലഖകും, അല്ലാഹുവാണ് നിങ്ങളെ പടച്ചത്. എടോ പടച്ചവനാടോ നിങ്ങളെ പടച്ചത്? മിൻ ളുഅഫി, ബലഹീനതയിൽ നിന്നാണ് അള്ളാഹു നിങ്ങളെ പടച്ചത്. ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ബീജത്തിൽ നിന്ന്, വാപ്പാന്റെ ബീജത്തിൽ നിന്ന് ഉമ്മാന്റെ ഗർഭാശയത്തിൽ പോയിട്ട് 9.5 മാസം അവിടെ കിടന്നിട്ടാണ് നീ ഒരു മനുഷ്യ കുഞ്ഞായിട്ട് പുറത്തു വരുന്നത്. അത് ളുഅഫ്, അത് ബലഹീനതയുടെ കാലഘട്ടമാണ്. സഹോദരാ, നീ കുഞ്ഞായിരിക്കുമ്പോൾ നീ ബലഹീനനാണെന്നാണ് അള്ളാന്റെ ഖുർആൻ പറയുന്നത്. ഒന്ന് തറയിൽ വീണിരുന്നെങ്കിൽ നീ മരിച്ചു പോകുമായിരുന്നു. വാപ്പയോ ഉമ്മയോ അശ്രദ്ധയോടുകൂടി നിന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ നീ മരണപ്പെട്ടു പോകുമായിരുന്നു. നീ വളർന്നു വരില്ല, നീ യുവാവില്ല, ഈ ദുനിയാവ് നീ കാണില്ല. കഴിഞ്ഞ ദിവസമല്ലേ നമ്മുടെ ഈ പ്രദേശത്ത് 2 വയസ്സുകാരനായ ഒരു കുഞ്ഞ് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയത്? ആ പൊന്നാര കുഞ്ഞിന്ന് ഖബറിലല്ലേ പ്രിയപ്പെട്ടവരെ? അശ്രദ്ധയുടെ ഏറ്റവും വലിയ ആവിർഭാവം കടന്നുകൂടുമ്പോ കുഞ്ഞുമക്കൾ എത്ര പേരാ മരണപ്പെട്ടു പോകുന്നത്? അള്ളാഹു നമ്മളെ മക്കൾക്കെല്ലാം ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. എന്നിട്ട് അള്ളാന്റെ ഖുർആൻ പറയുന്നത് എന്തെന്നറിയോ? സുമ്മ ജഅല മിൻ ബഅദി ളുഅഫിൻ ഖുവാ. അങ്ങനെ ആ ബലഹീനതയുടെ കാലഘട്ടം അങ്ങ് മാറുമ്പോ നല്ല ആരോഗ്യമുള്ള
കാലഘട്ടം അവന് കടന്നു വരികയാണോ? 15 വയസ്സുകാരനായി, അവൻ 16 വയസ്സുകാരനായി, 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെ ടീനേജ് എന്നാ പറയുന്നത്. കൗമാരക്കാരൻ എന്നാണ് ആധുനികമായ പഠന വിധേയക്കാര് പറയുന്നത്. എന്നാൽ ഖുർആൻ പറയുന്ന ഒരൊറ്റ വാക്കുകൊണ്ട് അവസാനിപ്പിക്കുന്നു, അവൻ ശക്തനാകുന്നു, അവൻ ആരോഗ്യ ദൃഢഗാത്രനാകുന്നു, നല്ല മസിൽ വരുന്നു, നല്ല ബോഡി വരുന്നു, നല്ല ആരോഗ്യവാനാകുന്നു. അവന്റെ കണ്ണെത്തുന്നിടത്ത് അവന്റെ കൽവി എത്തുകയാണോ? അവൻ പറയും, ആരാടാ എന്നെ തല്ലാനുള്ളത്? ആരാടാ എന്നെ വഴക്ക് പറയാനുള്ളത്? അവന് ഉമ്മ പ്രശ്നമല്ല, വാപ്പ പ്രശ്നമല്ല, കൂട്ടുകാര് പ്രശ്നമല്ല, കുടുംബം പ്രശ്നമല്ല. കാരണം എന്തെന്നറിയോ? അവൻ അഹങ്കാരിയായി മാറാനുള്ള കാരണം എന്തെന്നറിയോ? യുവാക്കളെല്ലാം ഇങ്ങനെ തെറിച്ച് നടക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? അവന് നല്ല ആരോഗ്യമാണ്, അവന് നല്ല സംവിധാനങ്ങളുടെ സമയമാണ്. എന്തും അവന് ചെയ്യാൻ കഴിയും, ആരെയും അടിക്കാൻ കഴിയും, എന്തിനും പോന്നവനാണ് യുവാവ്. അള്ളാന്റെ ഖുർആൻ പറയുന്നു, സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളുഅഫൻ വശൈബാ. പിന്നെ ആ യുവത്വം അങ്ങോട്ട് കഴിഞ്ഞു കടന്നു പോയാലോ പിന്നെ വീണ്ടും അവൻ ബലഹീനനാവുകയാണ്. 60 വയസ്സായി ഷുഗറായി, പ്രഷറായി, കൊളസ്ട്രോളായി, രോഗമായി, അവന്റെ കിഡ്നി തകരാറിലായി, വാൾവ് തകരാറിലായി, മാരകമായ രോഗമായി, വീട്ടിന്റെ മൂലയിലായി. അവന്റെ ശരീരത്തിൽ ജലാനരകൾ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? സഹോദര, വിശുദ്ധമായ ഖുർആൻ എത്ര വ്യക്തമായിട്ടാ നിന്നോട് പറഞ്ഞു തരുന്നത്. നീ ആദ്യം ബലഹീനനാണ്, പിന്നെ നീ ഒരു മധ്യവയസ്കനാകുന്നതിന് മുമ്പ് നിനക്കൊരു നല്ല യുവത്വത്തിന്റെ കാലമുണ്ട്. ആ യുവത്വത്തിന്റെ കാലം മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് അതൊരു 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെ നിന്റെ യുവത്വത്തിന്റെ പ്രായമാണ്. ഒരു 20 വയസ്സുകാരൻ 35 വയസ്സ് വരെ നല്ല കിടുകിടുത്ത ചെറുപ്പക്കാരനാണ്. അവൻ നല്ല ആരോഗ്യവാനാണ്. അവൻ ആ സമയത്താണ് കല്യാണം കഴിക്കുന്നത്, അവൻ ആ സമയത്താണ് വിജ്ഞാനം പഠിക്കുന്നത്, അവൻ ആ സമയത്താണ് പണം ഉണ്ടാക്കുന്നത്, അവൻ ആ സമയത്താണ് നേതാവാകുന്നത്, അവൻ ആ സമയത്താണ് സംവിധാനങ്ങളുടെ എല്ലാ ഉന്നതത്തിൽ കടന്നു വരുന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട അങ്കടിമുകളിലെ ചെറുപ്പക്കാരാ, ആ യുവത്വത്തെ നീ എന്തിനു വേണ്ടിയാ പൊന്നുമോനെ വിനിയോഗിച്ചത്? അള്ള ചോദിക്കുമെന്നല്ലേ സ്വാഗത പ്രഭാഷകനോട് പറഞ്ഞു വെച്ചത്? നിന്റെ യുവത്വം നീ എന്തിനു വേണ്ടിയാ ചെലവഴിച്ച് നല്ല ചോദിക്കുന്ന ചോദ്യത്തിന്റെ മുമ്പില് യുവാവായ ചെറുപ്പക്കാരാ, അള്ളാന്റെ മുമ്പിൽ മറുപടി പറയണമെടോ. 40, 50, 60 വയസ്സുള്ള പ്രായമായ ഉപ്പമാരെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളെ യുവത്വത്തെ പറ്റിയിട്ട് നിങ്ങളെ ചിന്ത വല്ലതുമുണ്ടോ? അള്ളാഹുവിന്റെ ചോദ്യം അതാ കടന്നു വരികയാ. അന്നുംബിരിഹി ഫീമാ അഫ്നാ, അന്നുംബിരിഹി ഫീമാ അഫ്നാ. എടോ, എന്തിനു വേണ്ടിയാണ് നിന്റെ ആയുസ്സിനെ നീ ചെലവഴിച്ചത്? വൻ ശബാബിഹി ഫീമാ അബ്ലാ. നിന്റെ യുവത്വം നീ എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത്? ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ, കല്ല് പൊട്ടിക്കാനുള്ള ആരോഗ്യം നിനക്കുണ്ടല്ലോ, എന്ത് ചെയ്യാനും നിനക്ക് ആരോഗ്യമുണ്ടല്ലോ. സമസ്തയുടെ ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുക്കോയ തങ്ങളുടെ സന്ദേശയാത്ര കന്യാകുമാരി എന്ന് മംഗലാപുരം വരെ വന്നപ്പോ അത് നിയന്ത്രിച്ചത് മുഴുവനും ചെറുപ്പക്കാരാണല്ലോ. സഹോദരാതാ, ചെറുപ്പത്തിന്റെ പവറതാ, എന്തും ചെയ്യാനായിട്ട് ചെറുപ്പക്കാർക്ക് സാധിക്കുമെന്നാ. എന്നാൽ അല്ലാഹുവിന്റെ റസൂലായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, സ്വലാത്ത് പറ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് എന്തെന്നറിയോ? നിഅമത്താൻ മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. ഏതാ രണ്ട് അനുഗ്രഹങ്ങളുണ്ട് അങ്കടിമുകളിലെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കേൾക്കണേ നിങ്ങളോ. എന്റെ ശബ്ദം കേൾക്കുന്ന യുവതികളെ, സഹോദരിമാരെ, യുവാക്കളെന്ന് പറയുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളെ പറ്റി ചർച്ചയില്ലല്ലോ. ഞങ്ങൾ യുവതികളാണല്ലോ, ഞങ്ങൾ പെണ്ണുങ്ങളാണല്ലോ. യുവാക്കളെന്ന് പറഞ്ഞാൽ യുവതികളെ നിങ്ങളും അതിൽ ഉൾപ്പെടുകയാണ്. പെണ്ണുങ്ങളെ, നിങ്ങളെ പറ്റി പറയാൻ ഇന്നത്തെ വാള് അവസാനിക്കൂല. അങ്കടിമുകളിലെ പെങ്ങളെ യുവാവെന്ന് പറയുമ്പോ
എടീ പൊന്നുമോളെ, നീയും കൂടി യുവതിയും കൂടി അതിനകത്തുണ്ടോ? എപ്പോഴും ആ പുരുഷന്മാരെ വിജയ പറഞ്ഞിട്ടാണല്ലോ അള്ളാന്റെ ഖുർആൻ പറയുന്നത്. യാ അയ്യുഹന്നാസ് യാ അയ്യുഹൽ ഇൻസാൻ. എവിടെയും അള്ളാഹു പറയുന്നത് പുല്ലിംഗം ഉപയോഗിച്ചിട്ടാണ്, സ്ത്രീലിംഗം ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. അങ്ങനെ പറയുമ്പോ പെങ്ങളെ നിങ്ങളും ചിന്തിക്കണം, ഞങ്ങളെ പറ്റി കൂടിയാ ഇത് പറയണമെന്ന്. അതുകൊണ്ട് 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെ 35 വയസ്സുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളായ സൗന്ദര്യവതികളായ പ്രിയപ്പെട്ട പെങ്ങളെ, ഗൗരവത്തോടെ കേട്ടോ പൊന്നുമോളെ. ആ 40, 50, 60, 70 വയസ്സുള്ള എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ നിങ്ങളും കേട്ടോ. അള്ളാന്റെ റസൂലാണ് പറയുന്നത്, സുഫിയാൻ ബാക്കവി പറയുന്നതല്ല. ഇവിടെ ബഹുമാനപ്പെട്ട സ്വാഗത പ്രഭാഷകനായ ഉസ്താദ് പറയുന്നതല്ല, അമാനി ഉസ്താദ് പറയുന്നതല്ല. അള്ളാന്റെ റസൂൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചതാണ്. നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. എല്ലാവരും അശ്രദ്ധയിലാണ്. രണ്ട് അനുഗ്രഹങ്ങൾ കടന്നു വരുമ്പോ ആളുകൾ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിക്കാറില്ല. ഒന്നാമത്തെ നിഅമത്ത് അനുഗ്രഹം ഏതെന്നറിയോ? അസ്സിഹാ, നല്ല ആരോഗ്യമാണ്. നല്ല ആരോഗ്യമുള്ളപ്പോ അതിന്റെ വില ആർക്കും അറിയില്ല. വൽ ഫറാഗ്, കിട്ടുന്ന ഫ്രീ ടൈമാണ്, വെറുതെ ഇരിക്കുന്ന സമയത്തിന്റെ വിലയും നിനക്കറിയില്ല. അതുകൊണ്ട് 2 അനുഗ്രഹങ്ങളെ പറ്റിയിട്ട് അള്ളാന്റെ റസൂൽ എണ്ണിയിട്ട് ഒന്നാമത് പറഞ്ഞത് ആരോഗ്യമാണ്. അതുകൊണ്ട് യുവാവേ, യുവതിയായ പെണ്ണേ, അള്ള നിനക്കിപ്പോ ആരോഗ്യം തന്നിരിക്കയാ, അള്ള നിനക്കിപ്പോ ശക്തി തന്നിരിക്കയാ, അള്ള നല്ല ബുദ്ധി തന്നിരിക്കയാ, അള്ള നല്ല പവറായ ബോഡി നിനക്ക് തന്നിരിക്കയാ. അത് അള്ളാഹുവിന് വേണ്ടി ഉപയോഗിക്കാതെ വേറെ വല്ലതും ഉപയോഗിച്ച് നീ പാഴിക്കളഞ്ഞാൽ, കള്ളു കുടിച്ചിട്ട് നീ നശിപ്പിച്ച് കളഞ്ഞാൽ, നീ വ്യഭിചരിച്ചിട്ട് നശിപ്പിച്ച് കളഞ്ഞാൽ, നിന്റെ തോന്നിവാസം കാണിച്ചിട്ട് നീ നശിപ്പിച്ച് കളഞ്ഞാൽ തിരികെ കിട്ടൂല മോനെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. വൃദ്ധന്മാരായ ആളുകൾ 40-50 വയസ്സായപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, എനിക്ക് 35 വയസ്സായി. ഞാൻ ചിന്തിക്കാറുണ്ട് ഒരു 28 വയസ്സൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ അങ്ങ് ചെയ്യാമായിരുന്നു. ഇപ്പൊ കോവിഡ് വന്നതിന് ശേഷം പല ആളുകൾക്ക് ആരോഗ്യമില്ല. കോവിഡ് വന്നതിന് ശേഷം പല ആൾക്കാർക്കും അറ്റാക്കാണ്. കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിൽ ഞാൻ ഖുതുബ ഓതുന്ന എറണാകുളം ജില്ലയിൽ മുടിക്കൽ പ്രദേശത്ത് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന പ്രസംഗിച്ചെല്ലാം കഴിഞ്ഞ് മിമ്പറിലോട്ട് കയറുന്നതിന് മുമ്പ് ഒരു സഹോദരൻ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സഹോദരൻ, പെട്ടെന്ന് സ്ട്രോക്ക് വന്നു. ആരോഗ്യമുള്ള സമയത്ത് അതിൻ്റെ വില അറിയില്ല. ഇപ്പം നിങ്ങൾ ഇത്രയും പേരോട് ഒരുമിച്ച് കൂടി തിങ്ങിക്കൂടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ആരോഗ്യം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നത്. നമ്മുടെ വീട്ടിൽ ആരോഗ്യമില്ലാത്ത ഒരുപാട് ആളുകൾ, പാവങ്ങൾ വീട്ടിരിപ്പുണ്ട്, അല്ലേ? വീട്ടിരിപ്പില്ലേ? ഇല്ല മനുഷ്യന്മാരെ, ഇല്ലേ? ഒരുപാട് ആളുകൾ വീട്ടിരിപ്പുണ്ട്. ഞാനിപ്പം പെമ്പ്രാണയിൽ രാവിലെ 8:30 ഇവിടെ എത്തി. അവിടെ പ്രിയങ്കരനായ ആ വാർഡിന്റെ മെമ്പർ, 5-ാം വാർഡ് മെമ്പർ, 4-ാം വാർഡ് ഖാലിദ് ഇച്ച, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരുപാട് ആളുകളുടെ കഥ പറയുന്നുണ്ട്. അവിടെ സുഖമില്ലാതെ കിടക്കുന്നു, ഇവിടെ സുഖമില്ലാതെ കിടക്കുന്നു. പ്രശ്നങ്ങളാണ്, പ്രാരാബ്ദങ്ങളാണ്, വിഷമങ്ങളാണ്. ഞാൻ ജുമായ്ക്ക് നിന്നപ്പോൾ സ്ട്രക്കായി പോയി. ആരോഗ്യത്തോടുകൂടി പള്ളിയിൽ നടന്നു വരുന്ന മനുഷ്യൻ പെട്ടെന്ന് വീഴാണ്, സ്ട്രോക്ക് വരാണ്, നേരെ പൊക്കിക്കൊണ്ട് പോവാണ്. ഹോസ്പിറ്റലിൽ കൊണ്ട് ഇപ്പൊ ആശ്വാസമുണ്ട്, അള്ളാഹു ശിഫ കൊടുക്കുമാറാവട്ടെ. അത്തരം അവസ്ഥകൾ നടന്നു വരുന്നവൻ അറിയില്ല നടക്കുന്നതിന്റെ വില. എത്ര ഞരമ്പുകൾ, എത്ര ബ്ലഡ് സർക്കുലേഷൻ. ഞാനിപ്പം ഈ സംസാരിക്കുമ്പോൾ എൻ്റെ ഈ ശബ്ദം എനിക്ക് തന്ന, ആ ശബ്ദം തന്ന റബ്ബ്, ആ നിഅമത്ത്, എനിക്ക് അതിന്റെ വില അറിയില്ല. പ്രഭാഷകന്മാരൊട്ടും ചിലപ്പോൾ അതിന്റെ വില അറിയില്ല. പക്ഷെ ശബ്ദമില്ലാതെ നല്ല സംസാരിക്കാനും പ്രഭാഷണം നടത്താനും കഴിവുള്ള കുറെ പണ്ഡിതന്മാരുണ്ട് പുറത്ത്. അവർക്ക് ശബ്ദം ഉണ്ടാവില്ല. അവർക്കറിയാം അതിന്റെ വില, ശബ്ദത്തിന്റെ വില. അവർക്ക് എങ്ങാനും ഒരു ശബ്ദമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ ഈ പറയുന്നതിന്റെ ഡബിൾ അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇൽമുള്ള ധാരാളം പണ്ഡിതന്മാരുണ്ട്, എന്റെ അറിവിലുണ്ട്, ഒരുപാട് ആലിമികളുണ്ട്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു തരുന്ന ഈ ആരോഗ്യം, ഈ സമയം നശിപ്പിച്ചു കളെ. 2025 കഴിഞ്ഞു, 2026 1-ാം തീയതി കഴിഞ്ഞു. 2025 നിങ്ങൾ തിരിഞ്ഞു നോക്കിയൊന്ന്,
ഒന്ന് ഹാസിബു ഖബ്ല അൻ തുഹാസബു. ഒന്ന് തിരിഞ്ഞു നോക്ക്. 2025 ജനുവരി മുതൽ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്ക്. 2026 31 വരെ അള്ളാഹുവിന് വേണ്ടി അള്ളാഹു തന്ന ഈ ആരോഗ്യം കണ്ട് എന്ത് ചെയ്ത്? അള്ളാഹു തന്ന ഈ ആരോഗ്യം കൊണ്ട് അള്ളാഹുവിന് എന്ത് ചെയ്ത് ഞാനും നിങ്ങളും? എന്തെങ്കിലും ഒരു പാവപ്പെട്ടവനെ സഹായിച്ചിട്ടുണ്ടോ? ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ടോ? വിശുദ്ധമായ ഖുർആൻ എത്ര ഓതി തീർത്തിട്ടുണ്ടോ? ദിക്ർ ചൊല്ലിയിട്ടുണ്ടോ? ഒരൊറ്റ വഖത്ത് നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും അള്ളാഹുവിന് വലിയ ആരോഗ്യം കൊണ്ട് ചെയ്തിട്ടുണ്ട്? ആരോഗ്യം എല്ലാം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അള്ളാഹുവേ നീ ആരോഗ്യം എന്താ, ഞാൻ നിസ്കരിക്കാൻ, ഞാൻ അത് ചെയ്യാം, ഒന്നും ഒരു കാര്യമില്ല. ആരോഗ്യമുള്ള സമയത്ത് അതിന്റെ വില അറിയില്ല. ലാസ്റ്റ് മെഡിസിറ്റി പോയി നോക്ക്. എറണാകുളം, തിരുവനന്തപുരം ജില്ലയില് RCC ഉണ്ട്, റീജിയണൽ ക്യാൻസർ സെന്റർ. നിങ്ങൾ ചെന്ന് നോക്കണം. എന്നെയും നിങ്ങളെയും പോലെ പ്രായമുള്ള അനേകായിരം ചെറുപ്പക്കാർ, വൃദ്ധരല്ല. ഇന്ന് ക്യാൻസർ ഏറ്റവും കൂടുതൽ പിടിക്കുന്ന വൃദ്ധരായ ആളുകൾക്കല്ല, ചെറുപ്പക്കാർക്കാണ്. ചെറുപ്പക്കാർക്കും കുട്ടികൾക്കാണ്. എന്തുകൊണ്ട്? നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ച് വിലയില്ലാതെ വന്നപ്പോ അള്ളാഹുവിന്റെ പരീക്ഷണം. കഴിക്കുന്ന ഭക്ഷണം മോശം. പാതിരാത്രി പോയിട്ട് ഏതെങ്കിലും കടയിൽ നിന്നുള്ള ബീഫും മന്തിയും അതും ഇതൊക്കെ കഴിച്ച് സ്ഥിരമായിട്ട് കഴിച്ച് ക്യാൻസർ വരുന്നു. +2 പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരന് കണ്ണിന് ക്യാൻസർ വന്നു. കണ്ണിന് ക്യാൻസർ. ഡോക്ടർ ആദ്യം പറഞ്ഞത് കണ്ണിന് മാത്രമേ ഉള്ളൂ എന്നാണ്. പരിശോധിച്ചു നോക്കിയപ്പോൾ തലയിൽ മൊത്തം ക്യാൻസർ ബാധിച്ചു. അവന്റെ ശരീരം മൊത്തമായി ഇന്ന് ഖബറിലാണ് ആ പൊന്നുമോൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ആരോഗ്യമുള്ള സമയം നിങ്ങൾ നശിപ്പിച്ച് കളയരുത് ഒന്നിനു വേണ്ടി. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ചെറുപ്പക്കാരെ പറ്റി, നിങ്ങളെ പറ്റി എനിക്കൊരു ധാരണയുണ്ട്. നിങ്ങൾ ആരും കള്ളു കുടിക്കൂല. കള്ളു കുടിക്കുന്നവനും കഞ്ചാവ് അടിക്കുന്നവനും പെണ്ണ് പിടിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ദീന്റെ സദസ്സിൽ വന്നിരിക്കാൻ കഴിയില്ല. 5 വഖത്ത് നിസ്കരിക്കുന്നവരാണ്. ഇവിടെ താടി നരച്ചതും മുടി നരച്ചതുമായ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ മുടി കറുപ്പുള്ള ആൾ, മുടി കറുപ്പ് വിശ്വസിക്കാൻ പറ്റൂല. കാരണം മുടിയെ കറുപ്പിക്കുകയാണ്. വെളുത്ത മുടിയൊക്കെ ഡൈ അടിച്ച് കറുപ്പിച്ചിട്ട് വരാണ്. അതൊക്കെ പച്ച ഹറാമാണ്. അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. എന്തിനു വേണ്ടിയാണ് അള്ളാഹു നമുക്ക് തരുന്ന ഈ ആരോഗ്യം? അതുകൊണ്ടാണ് റസൂൽ എത്ര കൃത്യമായിട്ട് പറഞ്ഞു നോക്കിയ നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. 2 അനുഗ്രഹങ്ങൾ നിനക്ക് നാം തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളെ പറ്റിയിട്ട് ഭൂരിഭാഗം ആളുകളും അശ്രദ്ധരാണ്. അല്ലാഹുവിന്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, അയ്യുദ്ദുആഇ അഫ്ളലു യാ റസൂലല്ലാഹ്. യാ നബിയല്ലാഹ്, പടച്ച റബ്ബായ തമ്പുരാനായ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനോട് സ്വഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, നബിയേ, ഏത് ദുആയാണ് ശ്രേഷ്ഠമായ ദുആ? ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് ഏത് ദുആയാണോ? എനിക്ക് ഒരുപാട് ദുആ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ പടച്ചവനോട് ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടത് എന്താണെന്ന് ചോദിക്കുമ്പോ ആദരവായ പ്രവാചകർ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, സലിൽ ആഫിയ, ആരോഗ്യത്തെ ചോദിക്ക് ചെറുപ്പക്കാരാ, ആരോഗ്യത്തെ ചോദിക്ക്. എല്ലാവരും ജിമ്മിൽ പോകും. രാവിലെയാകുമ്പോ ജിമ്മിൽ പോകുന്നവരുണ്ടോ? അവൻ ഡയറ്റിങ്ങിലാണോ? അവൻ വലിയ ആരോഗ്യമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൻ ഡയറ്റിങ്ങിലാണോ? അവന്റെ ബോഡി നന്നാക്കാൻ, അവന്റെ ശരീരം നന്നാക്കാൻ, അവൻ വലിയ 6 പാക്കിന്റെ ബോഡി കൊണ്ടുവരാനായിട്ട് എല്ലാവരും ശ്രമിക്കുമ്പോ, എടോ നിനക്കറിയോ, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹിന്റെ സ്വഹാബി വന്ന് ചോദിക്കുന്നത്, ഏത് ദുആയാണ് നബിയെ ഞാൻ കൂടുതൽ ചോദിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സലിൽ ആഫിയ, സലിൽ ആഫിയ, ആരോഗ്യത്തെ നീ ചോദിക്ക് പൊന്നുമോനെ. രണ്ടാമതും ചോദിച്ചു ഏത് ദുആയാണ് നബിയെ രണ്ടാമത് ഞാൻ ചോദിക്കേണ്ടത്? അപ്പോഴും റസൂലുള്ള പറഞ്ഞു, സലിൽ ആഫിയ, ആരോഗ്യത്തെ ചോദിക്കടാ പൊന്നുമോനെ, നീ ആരോഗ്യത്തെ ചോദിക്കടാ പൊന്നുമോനെ. രണ്ടാമതും മൂന്നാമതും ചോദിച്ചു, ഏത് ദുആയാണ് നബിയെ ഇനി ഞാൻ കൂടുതൽ തേടേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു, സലിൽ ആഫിയ, സലിൽ ആഫിയ, ആരോഗ്യമാണ് പൊന്നുമോനെ വലുത്. അതുകൊണ്ട് എന്റെ പൊന്നാര ചെറുപ്പക്കാരാ, അങ്കടി മുകളിൽ വാഴ കേൾക്കാൻ വേണ്ടിയിട്ട് തടിച്ചുകൂടിയിരിക്കുന്ന എന്റെ പൊന്നാര ഉപ്പാ,
ഉള്ള ആരോഗ്യം അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിക്ക് പൊന്നുമോനെ, ഉള്ള ആരോഗ്യം അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിക്ക് പൊന്നുമോനെ. രാഷ്ട്രീയത്തിന് വേണ്ടി നീ ഓടാറുണ്ട്, നീ ലീഗിന് വേണ്ടി ഓടാറുണ്ടോ, നീ കോൺഗ്രസിന് വേണ്ടി കമ്മ്യൂണിസ്റ്റിന് വേണ്ടി ജയ് വിളിക്കാറുണ്ടോ, നീ എല്ലാ പരിപാടിക്കും പോവാറുണ്ട്, നീ പൊയ്ക്കോ, നീ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യത്തിന് പൊയ്ക്കോ, എല്ലാത്തിനും നീ പൊയ്ക്കോ, നന്മയുടെ കാര്യങ്ങൾക്ക് നീ പൊയ്ക്കോ. പക്ഷേ നിസ്കാരം കളഞ്ഞിട്ട് നീ എന്തിന് പോയിട്ട് ഒരു കാര്യമില്ല വാപ്പാ. റമദാനായ നോമ്പ് നോക്കൂല, പരിശുദ്ധമായ ഹജ്ജിന് പോകൂല, എല്ലാ ആരോഗ്യമുള്ളപ്പോ ചെയ്യേണ്ട കാര്യം നീ ചെയ്യാതെ ഭൗതിക ലോകത്തിന് വേണ്ടിയാണ് നീ ചെലവഴിക്കുന്നതെങ്കിലോ അല്ലാഹ് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റോ? അന്നുംരിഹി ഫീമാ ഫുനാ അൻ ശബാബിഹി ഫീമാ അബ്ലാ. അതുകൊണ്ട് ഖിയാമത്ത് നാളിന്റെ ഒരു ഉയരത്തിൽ സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുമ്പോ, ചെമ്പുതറയിൽ ചെരുപ്പിടാതെ നഗ്നവാദനായിട്ട് നീ നിൽക്കുമ്പോ, നഗ്നനായിട്ട് നീ നിൽക്കുമ്പോഴാ നിന്നോടല്ല ചോദിക്കുന്നത്, എടാ റബ്ബ് തന്ന നിഅമത്ത് അശ്രദ്ധമായിട്ട് ആഡംബരത്തോടു കൂടി നീ കളയരുത്. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചത് നിങ്ങൾ കേൾക്കുന്നില്ലേ? സഹോദരാ സഹോദരാ, മഹാന്മാരായ കവിമാര് പറയാ, വയസ്സായ ഉപ്പമാര് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളെ പ്രായമായ നിങ്ങളുടെ നല്ല യൗവനത്തെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അന്നത്തെ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ മോഹിക്കുന്നുണ്ടോ? എന്റെ താടി ധരിച്ച ഉപ്പ എന്ത് ഭംഗിയാ നിങ്ങളെ കാണാ. നിങ്ങളില്ലെങ്കിൽ ഈ ദുനിയാവില്ല, നിങ്ങളില്ലെങ്കിൽ ഒരു വീടിന് ഐശ്വര്യമില്ല. അതൊക്കെ ശരിയാ, പക്ഷേ വയസ്സായപ്പോ പല രോഗങ്ങളും കടന്നു വന്നല്ലോ, ഇല്ലാത്ത രോഗങ്ങൾ കടന്നു വന്നല്ലോ. ഷുഗർ പിടിച്ചു പോയല്ലോ, കൊളസ്ട്രോൾ വന്നു പോയല്ലോ, BP വന്നു പോയല്ലോ, മുട്ടിന് വേദനയായല്ലോ, കൈകാലുകൾക്ക് വേദനയായല്ലോ. എന്നാ നിനക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്ന ഒരു സമയമുണ്ടല്ലോ. മഹാന്മാരായ കവിമാര് പാടുകയാ, അലാലൈത ശബാബ യഊദു യൗമാ ഫഉഖ്ബിറുഹു ബിമാ ഫഅലൽ മശീബോ. മോനെ നല്ല ഡോക്ടറായി, മോനെ നല്ല എഞ്ചിനീയറായി, ചുറുചുറുക്കുള്ള കുറെ മക്കൾ നിങ്ങൾക്ക് ഉണ്ടായി. എല്ലാവരും യൗവനമായ യുവാക്കളാണ്. നിനക്ക് പ്രായമായല്ലോ അപ്പാ, നീ വീട്ടിന്റെ മൂലയിലായി, നിനക്കൊരു വിലയുമില്ലാതായി മാറുകയാണ്. കാരണം എന്തെന്നറിയോ? നിനക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ടാണ്. പണിക്ക് പോവാൻ പറ്റുന്നില്ല, പൈസ കിട്ടുന്നില്ല. ആയിരുന്ന കാലത്ത് കുറെ ഉണ്ടാക്കി കൊടുത്തതാ. കാസർഗോഡ് ജില്ലക്കാര് ഭൂരിഭാഗം പേരും വിദേശികളാണ്. വിദേശത്ത് നിന്ന് പൈസ ഉണ്ടാക്കിയിട്ടാ നാട്ടിലയക്കുന്നത്. അങ്ങനെ കുടുംബം പോറ്റി 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 അവസാനം വീട്ടിൽ വരുമ്പോ നരബാധിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു രോഗവുമായിട്ടാണ് കടന്നു വരുന്നത്. വീട്ടിൽ വരുമ്പോഴോ ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, കൂട്ടുകുടുംബങ്ങൾക്ക് വേണ്ട. ഒരു നായയുടെ വില പോലും ഇല്ലാതെ വീട്ടിന്റെ മൂലയ്ക്ക് തള്ളപ്പെടുന്ന എത്രയോ വാപ്പമാരുണ്ടെന്നറിയോ? പൊന്നുവാപ്പാ, നിനക്ക് ആരോഗ്യമില്ലാതിരുന്നപ്പോ നീ മൂലയിലായത് കൊണ്ടോ? ആരോഗ്യമുള്ളവന് എല്ലാവർക്കും വേണം, ആരോഗ്യമില്ലാത്തവന് ആർക്കും വേണ്ടാത്തൊരു കാലഘട്ടത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിലോ അല്ലാഹ് തരുന്ന ആരോഗ്യം അല്ലാഹ്ക്ക് വേണ്ടി മാറ്റിവെച്ചാൽ ഈ ദുനിയാവിൽ മരണം വരെ സമാധാനത്തോടെ ജീവിക്കാം വാപ്പാ. നീ നിസ്കരിച്ചിട്ടില്ല, കുടുംബം നോക്കുന്നതിന്റെ ഇടയില് നീ ദിക്ർ ചൊല്ലിയിട്ടില്ല, നീ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല, ഒരു വെള്ളിയാഴ്ച രാവ് നിനക്കുണ്ടായിട്ടില്ല. ആരോഗ്യം മുഴുവനും കുടുംബത്തിന് വേണ്ടി അടിച്ച് പൊളിച്ചങ്ങ് തീർത്തിട്ടു. വയസ്സായിട്ട് നരബാധിച്ചപ്പോ വീട്ടിൽ വന്ന് കിടന്നപ്പോ മക്കള് പറയുന്നു, മാറി നിക്ക് കിളവാ, മാറി നിക്ക് കിളവാ. എന്തുകൊണ്ടെന്നറിയോ? റബ്ബ് നിനക്ക് തന്ന സൗഭാഗ്യം നീ അല്ലാഹ്ക്ക് വേണ്ടി മാറ്റി വെക്കാത്തത് കൊണ്ടാണ്. ആ സമയത്ത് പ്രായമായ ആളുകൾ പറയുന്നതാ, എനിക്കൊന്ന് യൗവനമായിരുന്നെങ്കിൽ, എന്റെ പ്രായമായ എനിക്ക് നല്ല യുവാവായിരുന്ന സമയത്ത് ഞാൻ എന്തൊക്കെ ചെയ്തെന്നറിയോ? അലാലൈത ശബാബു യഊദു യൗമാ ഫഉഖ്ബിറുഹു ബിമാ
ഫഅലൽ മശീബോ. എന്റെ നരബാധിച്ചതിന്റെ കഥകളെല്ലാം എന്റെ യൗവനത്തോട് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. എന്റെ വാക്ക് കേൾക്കാൻ എന്റെ മക്കൾക്ക് ഇന്ന് സമയമില്ല, എന്റെ വാക്ക് കേൾക്കാൻ എന്റെ ഭാര്യയ്ക്ക് ഇന്ന് സമയമില്ല. മോനെ, എനിക്കൊന്ന് കല്യാണത്തിൽ പോണം, എനിക്കൊന്ന് പുറത്തു പോകണമെന്ന് പറയുമ്പോ അവിടെ എങ്ങാനും കിടക്കുകാപ്പാ എന്ന് പുച്ഛിച്ച് തള്ളിയിട്ട് പോകുന്ന ആധുനിക കാലത്തിന്റെ മക്കളെ മുന്നിലോ വാപ്പാ ആരോഗ്യത്തിന്റെ വില നിങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായതല്ലേ? റബ്ബ് തന്നപ്പോൾ അതിന്റെ വില നിങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലേ? എന്നാ യുവാക്കളായ സഹോദരാ, നിനക്കിപ്പോൾ അതുണ്ട്. നീ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കാനായി പരിശുദ്ധ ഇസ്ലാം പറയുന്നത് ലൈത ഫഹൽ യൻഫഉ ഷൈഅൻ ലൈതു ലൈത ശബാബൻ ബുഅഫസ്തറൈതു. കടകമ്പോളങ്ങളിലെങ്ങാനും ഈ യുവത്വം വിൽക്കാനുണ്ടായിരുന്നെങ്കിൽ എന്ത് കൊടുത്തിട്ടാണെങ്കിലും ഞാൻ യുവത്വം വാങ്ങിയേനെ എന്ന് കവി പറയുകയാണ്. അംലാ സബീല ഇലാ ശബാബി വദിക്റുഹു അശ്ഹാ ഇലയ്യ മിന റഹീഖി സൽസലീലു. നല്ല ഒഴുകുന്ന മുന്തിരിച്ചാറ് കുടിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്റെ യുവത്വമാണ്, എന്റെ യുവത്വമാണ്. അതുകൊണ്ട് എന്റെ പൊന്നാര വാപ്പാ, അല്ലാഹു തരുന്ന വലിയ അനുഗ്രഹത്തിന്റെ സമയമായ യൗവന കാലഘട്ടം. അത് 20 വയസ്സ് മുതൽ ഒരു 35 വയസ്സ് വരെയാ. നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ ആയുസ്സിൽ കൂടുതലും യൗവനമാണ്. യുവാക്കളെ, അങ്കടിമുകളിലെ യുവാവായ ചെറുപ്പക്കാരാ, യുവതികളായ പെണ്ണുങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആയിരക്കണക്കായ ആളുകളോട്, യുവാക്കളോട്, യുവതികളോട്, സഹോദരങ്ങളോട്, എന്റെ കൂടപ്പിറപ്പിങ്ങളോട് പറയട്ടെ, എന്റെ പൊന്നാര മോനെ, അല്ലാഹു തന്നുള്ള ഈ സുവർണ കാലഘട്ടമുണ്ടല്ലോ, ഹറാമിലോട്ട് ചെലവഴിക്കല്ലേ, ഹറാമിലോട്ട് ചെലവഴിക്കല്ലേ. നിനക്ക് വ്യഭിചരിക്കാനുള്ള ആരോഗ്യമുണ്ടോ? നിനക്ക് വ്യഭിചരിക്കാനുള്ള ആരോഗ്യമുണ്ടോ? നിനക്ക് കള്ളു കുടിക്കാനുള്ള ആരോഗ്യമുണ്ടോ? നീ വിചാരിച്ച ഏത് പെണ്ണും നിന്റെ വലയിൽ വീഴുമെന്ന് നിനക്കറിയാ. നീ വിചാരിച്ചാൽ എന്ത് പലിശയും നിനക്ക് വാങ്ങാ, നിനക്ക് എന്ത് ഹറാമും ചെയ്യാ. നിന്നെ ചോദ്യം ചെയ്യാൻ ആരും വരൂല്ലാത്ത ഈ സമയമുണ്ടല്ലോ, പൊന്നുമോനെ, നിന്നെ നശിപ്പിക്കുന്നതാ, വഴിപിഴച്ചു പോവാൻ അങ്ങേറ്റം സാധ്യതയുള്ള സമയമാ. അതുകൊണ്ടാണ് അങ്കടിമുകളിലെ പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് വിളിച്ചപ്പോ പറഞ്ഞത്, ഉസ്താദ്, യുവാക്കളെ പറ്റി ഒന്ന് പറയണമെന്ന് പറഞ്ഞപ്പോ ഞാൻ യുവാക്കളെ പറ്റിയിട്ട് എവിടെയും വാളങ്ങനെ പറഞ്ഞിട്ടില്ല. സഹോദര, ആദ്യമായിട്ടാ നിങ്ങളോട് പറയുന്നത്. ആരാ യുവാക്കളെന്നറിയോ? ഈ ഇസ്ലാം ഇന്ന് 1400 കൊല്ലങ്ങൾ, 1500 കൊല്ലം പിന്നിടുമ്പോ ഈ ഇസ്ലാം ഇങ്ങനെ ഇസ്ലാമാവാൻ കാരണമാരെന്നറിയോ? അത് യുവാക്കളാ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100 കൊല്ലം തികയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ഫെബ്രുവരി 4 മുതൽ 8 വരെ കുനിയയിൽ 100-ാം വാർഷികം കൂടുമ്പോ ഈ 100 വർഷത്തിന്റെ പിന്നിലൊന്ന് പിന്തിരിഞ്ഞു നിൽക്കുമ്പോ അതിന്റെ മുന്നിൽ മുഴുവനും ചെറുപ്പക്കാരുടെ കരങ്ങളാ. 1400 കൊല്ലങ്ങൾക്കും പരിശുദ്ധമായ ഇസ്ലാം കടന്നു വന്നപ്പോ സഹോദരാ, ശ്രദ്ധിച്ചു കേൾക്കണം, ഞാൻ ചരിത്രത്തിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാ. അള്ളാന്റെ ദീൻ നിലനിർത്താൻ അള്ളാഹുടെ ഉപയോഗിച്ചതാരെന്നറിയോ? മുഴുവൻ യുവാക്കളാ. ആ യുവാക്കളെ കഥ കേൾക്കണോ എന്റെ പ്രിയപ്പെട്ട വാപ്പാ? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അങ്ങനെയാവണം ചെറുപ്പക്കാരാ. നിങ്ങൾക്കറിയോ സയ്യിദനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറിയുമോ? ഇബ്രാഹിം നബി മണവാളനിരിക്കുമ്പോ ജബ്രായിൽ ഈശുന്തോഹിയേകിയേ, ഇവിടത്തിൽ ഇരിക്കുവാനല്ല പരണ്ടരു നബിണ്ടിട്ട് പോളോ തളർവാകിയേ.
ഇസ്ലാമാവാൻ കാരണം മഹാന്മാരായ അമ്പിയാക്കന്മാരാണ്. ആ അമ്പിയാക്കന്മാര് മുഴുവൻ യുവാക്കളായപ്പോഴാണ് അവർക്ക് പ്രബോധനത്തിന്റെ താക്കോലല്ല കൊടുത്തത്. അല്ലാഹ് അവന്റെ ഖുർആനിൽ പറയുന്നത് കേൾക്കൂ, വലഖദ് ആതൈനാ ഇബ്രാഹിമ റുഷ്ദഹു മിൻ ഖബൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ തന്റെ ഇടം കൊടുത്തു. യുവാക്കളായ ചെറുപ്പക്കാരാ, നിനക്ക് വേണ്ട തന്റെ ഇടമാണ് പൊന്നുമോനെ. നിനക്ക് തന്റെ ഇടമുണ്ടോ പൊന്നുമോനെ? നിനക്ക് ആർജവമുണ്ടോ പൊന്നുമോനെ? നിനക്ക് വെറുതെ പോലെ ഗുണ്ടകളെ പോലെ ഇട്ട് പാവങ്ങളെ കൊണ്ട് തല്ലാനല്ല, സംഘപരിവാര ശക്തികൾ കൂടി ഇടിക്കുന്നത് പോലെ ഇടിച്ചു കൊല്ലാനല്ല. പാലക്കാടിന്റെ മണ്ണിൽ കണ്ടില്ലേ, അന്യ സംസ്ഥാനക്കാരൻ കടന്നു വന്നപ്പോ കൂട്ടം കൂടിയിട്ട് നാട് ചോദിച്ചിട്ട് ഇടിച്ചു കൊന്നത്? അതുപോലെ ഇടിച്ചു കൊള്ളൽ ആണത്തമല്ല വാപ്പാ, അത് തന്റെ ഇടമല്ല വാപ്പാ. തന്റെ ഇടം എന്തെന്നറിയോ? തന്റെ ഇടം നിങ്ങൾക്ക് കാണണോ? തന്റെ ഇടം നിങ്ങൾക്ക് കാണണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെറുപ്പക്കാരനായിരുന്നു. കഥയിലോട്ട് കടന്നു വരിക, ചെറുപ്പക്കാര് ശ്രദ്ധിച്ചു കേട്ടോ. ആരോഗ്യമെല്ലാം നശിച്ച് കിളവനായിട്ട് വീട്ടിൽ മൂത്ത് നിറച്ചിരിക്കുമ്പോ അത് ചെയ്യാമെന്ന് വിചാരിച്ചാ നിന്നെ കൊണ്ട് പറ്റൂല. ഞാൻ പറഞ്ഞില്ലേ, എന്റെ പ്രിയങ്കരനായ കൂട്ടുകാര് ചെറുപ്പക്കാരന് വീഡിയോ പിടിക്കുന്നുണ്ട്. സഹോദരാ, യുവാക്കളാണ്. അവർക്ക് വേണമെങ്കിൽ ഈ പണിയെല്ലാം കളഞ്ഞിട്ട് വേറെ വല്ല പാർട്ടിക്കും പോവാ. ഞാൻ വരുന്ന വഴിക്ക് അവിടെ ഡാൻസ് നടക്കുന്നുണ്ട്, സ്റ്റാർ തൂക്കിയിട്ടുണ്ട്, ചെറുപ്പക്കാരെ അറുമാദിക്കുന്നുണ്ട്, മുസ്ലിമീങ്ങളായ യുവാക്കൾ അവിടെയുണ്ട്. എന്നാ നിങ്ങൾക്കറിയോ, വർത്തമാന കാലഘട്ടത്തിലെ ചെറുപ്പക്കാര് പണ്ഡിതന്മാരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന SKSSFന്റെ ചുണക്കെട്ടന്മാരായ ചെറുപ്പക്കാരുണ്ട്. വികായുടെ വോളണ്ടിയർമാരായിട്ട് ആരോഗ്യം മുഴുവനും ദീനിന് വേണ്ടിയിട്ട് സമസ്തയ്ക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. കേൾക്കണോ ചെറുപ്പക്കാര, അങ്ങനെയുള്ള ഒരു മോന്നിനക്കുണ്ടോ? നീ രക്ഷപ്പെട്ട് നിന്റെ മയ്യത്ത് വെറുതെ പാഴാവൂല. നിന്റെ മയ്യത്ത് കൊണ്ടുപോവാനാ ചെറുപ്പക്കാര് മതിയടാ പൊന്നുമോനെ. എന്നാ ഒരു വിലയും കഴിവുമില്ലാത്ത തന്റെ ആരോഗ്യം മുഴുവൻ ഹറാമിന് വേണ്ടിയിട്ട്, വ്യഭിചാരത്തിന് വേണ്ടിയിട്ട്, ആഘോഷത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ച് നശിപ്പിച്ച് കളയുന്ന യുവാക്കളുണ്ടല്ലോ, അവരെ കൊണ്ട് നാടിന് ഗുണമില്ല, നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ഗുണമില്ല, നാട്ടിലെ ഉമ്മമാർക്ക് ഗുണമില്ല, ആ പരിശുദ്ധ ഇസ്ലാമിന് ഗുണമില്ല. നിങ്ങൾ കേട്ടോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം യുവാവായിരിക്കുമ്പോ ഇബ്രാഹിം നബിയുടെ വാപ്പ അടക്കമുള്ള നാട്ടിലുള്ള മുഴുവൻ ആളുകളും ബിംബാരാധകരാണ്. അവരെല്ലാം ബഹുദൈവാരാധകരാണ്. സുബ്ഹാനല്ലാഹ്. അവരെല്ലാം പെരുന്നാൾ ആഘോഷിക്കാൻ പോയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ പറയാ, നേരെ ബിംബങ്ങളുടെ അടുത്ത് അങ്ങോട്ട് പോവുകയാ, കടന്നു ചെല്ലുകയാ. വർത്തമാന കാലഘട്ടത്തിലുള്ള ഇന്ത്യ മഹാരാജ്യത്ത് താമസിക്കുന്ന യുവാക്കളോട് ഞാൻ പറയാ, ഇത് കേട്ടിട്ട് അമ്പലത്തിൽ പോയിട്ട് വിഗ്രഹം തകർക്കാനല്ല, ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. അങ്ങനെ ഒരു വിശുദ്ധ ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നില്ല. അവർക്ക് അവരുടെ ദൈവമാണ്, നമുക്ക് നമ്മുടെ ദൈവമാണ്. ഏത് മതത്തിൽ അതനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷെ അമ്പിയാക്കന്മാരെ കാര്യം പറയുമ്പോൾ, കഥ പറയുമ്പോ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ബഹുദൈവാരാധകരായ ആളുകളോടുള്ള വിശുദ്ധ ഇസ്ലാമിന്റെ അമ്പിയാക്കന്മാരുടെ കഥകൾ പറയുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെന്ന് ചോദിക്കുന്ന കഥ പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കുന്നില്ലേ? നിങ്ങൾ കേൾക്കുന്നില്ലേ? അവിടെയുള്ള കല്ലുകളും മുള്ളുകളും തച്ചുടച്ചിട്ട് അതിൽ ഏറ്റവും വലിയൊരു വിഗ്രഹത്തിന്റെ മുകളില് ഒരു കോടാലി കെട്ടിവെച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഇരിക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, അവിടെ നിന്ന് കടന്നു പോകുമ്പോ ആസറടക്കമുള്ള തന്റെ പിതൃവ്യനായ പിതാവിന് തുല്യമുള്ള പിതാവടക്കമുള്ള ആളുകളെല്ലാം ആഘോഷം കഴിഞ്ഞിട്ട് ആരാധിക്കാൻ കടന്നു വരുമ്പോ കല്ലുകളതാ തകർക്കപ്പെട്ടിരിക്കുന്നു, എല്ലാം തലകീഴായി മറഞ്ഞു കിടന്നിരിക്കുന്നു. ഇബ്രാഹിം അവരെല്ലാം ചർച്ച ചെയ്യുന്നു, ആരാണിത് ചെയ്തത്? കാലോര് പറഞ്ഞു, സമിഅനാ ഫതാ, ഒരു യുവാവിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്, യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. അവർ പരസ്പരം പറയുകയാണ്, ഇബ്രാഹിം എന്നാണ് അവന്റെ പേര്. എല്ലാവരും കൂടി ഇബ്രാഹിമിന്റെ അടുക്കൽ വന്നു, ചോദിച്ചു കൊടുത്തു, മൻ ഫഅല ഹാദാ ബിആലിഹത്തിനാ യാ ഇബ്രാഹിം.
മൻ ഫഅല ഹാദാ യാ ഇബ്രാഹീം, ഇബ്രാഹിമേ മൻ ഫഅല ഹാദാ ബിആലിഹത്തിനാ യാ ഇബ്രാഹീം. ആരാണ് നടത്തുന്നെന്ന് ചോദിച്ചപ്പോ, ആരാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോ ഫസ്അലൂഹും ഇൻ കാനൂ യന്തിഖൂൻ, നിങ്ങൾ പോയി അവരോട് ചോദിക്കുക. ആരോഗ്യവാനായ ചെറുപ്പക്കാരനായ തന്റെ ഇടമുള്ള യുവാവായ ഇബ്രാഹിം പറയുന്നു, അവരോട് പോയി ചോദിക്കൂ, അവരോട് പോയി ചോദിക്കൂ. ഫജഅലഹും ജുദാദൻ ഇല്ലാ കബീറൻ ലഹും ലഅല്ലഹും ഇലൈഹി യർജിഊൻ. നിനക്കറിയില്ലേ ഇബ്രാഹിമേ, അവര് സംസാരിക്കില്ല എന്നോ, അവര് സംസാരിക്കില്ല, അവര് മിണ്ടില്ല, അവര് കഴിക്കില്ല, ചോദിച്ചാലൊന്നും പറയില്ല എന്ന് പറഞ്ഞപ്പോ അവരോട് പറയുന്നു സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. സംസാരിക്കാത്തതിനെ എന്തിനാ പിന്നെ ആരാധിക്കുന്നത്? മിണ്ടാത്തതിനെ എന്തിനാ പിന്നെ ആരാധിക്കുന്നത്? എല്ലാം മിണ്ടിയും പറഞ്ഞും എന്തു ചോദിച്ചാലും തരുന്ന അല്ലാഹുവായ റബ്ബുണ്ടല്ലോ, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്. ഇത് പറഞ്ഞത് യുവാവാ, ആരോഗ്യമുള്ള യുവാവാ, പേര് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന. വലിയ പെരുന്നാൾ വരുമ്പോ നമ്മൾ പറയുമല്ലോ, ഇബ്രാഹിം നബിയുടെ കഥ പറയുമല്ലോ. അവസാനം കുന്തത്തിലേറ്റിയിട്ട് അഗ്നികുണ്ടാരത്തിലേക്ക് ഈത് വിടുമ്പോ അല്ലാഹ് പറഞ്ഞല്ലോ, ഖുൽ യാ നാറു കൂനി ബർദം വസലാമാ. അഗ്നികുണ്ടാരത്തിലേക്ക് എഴുതി വിട്ടപ്പോ ആ ചെറുപ്പക്കാരനെ അങ്ങോട്ട് ഹക്ക് പറഞ്ഞതിന്റെ പേരിൽ എഴുതി വിട്ടപ്പോ അല്ലാഹ് പറഞ്ഞു, ഖുൽ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിമിന് തണുപ്പും രക്ഷയുമാകാൻ അല്ലാഹു ഈമാൻ തരുമാറാവട്ടെ. നമ്മുടെ ചെറുപ്പക്കാർ ഈ ദീനിന് വേണ്ടി എന്ത് ചെയ്യുന്നു? എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ യുവാക്കളായ സഹോദരങ്ങളെ, ഒരു യുവ സംഘടന എല്ലാ മഹലിന്റെ കീഴിലും ഉണ്ടാകും യുവത്വത്തിന്റെ ഒരു പ്രസരിപ്പ്. അങ്ങനെ ആ യുവാക്കളായി, ആർജവമുള്ള യുവാക്കളായി മരിക്കുന്നതിന് മുമ്പ് എൻ്റെ യുവത്വകാലം എൻ്റെ റബ്ബിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് പറയാനായിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. എൻ്റെ അറിവിൽ നമ്മുടെ നാട്ടിൽ അങ്കടിമുഖർ ഈ പ്രദേശത്ത് ഒരുപാട് സഹോദരങ്ങൾ വിദേശത്താണ്. അവര് കഷ്ടപ്പെടുന്നതിന്റെ, അധ്വാനിക്കുന്നതിന്റെ ഫലം ഒരുപാട് നമ്മുടെ ഈ മഹലിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വരുമാന മാർഗം നല്ലവണ്ണമുണ്ട്. ഈ നാട്ടിൽ താമസിക്കുന്ന നിങ്ങൾ കൃഷി ചെയ്ത്, കൂലിപ്പണി ചെയ്ത്, അധ്വാനിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന, നിങ്ങൾ ആരോഗ്യം വിയർപ്പാക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു രൂപ നിങ്ങൾക്ക് ഈ മഹലിന് നിങ്ങൾ കൊടുക്കുന്നത് കൊണ്ടാണ് സുന്ദരമായിട്ട് പോകുന്നത്. അത്രയും സത്യവും സത്യസന്ധവുമായിട്ടൊരു മഹലിൽ പോകണമെങ്കിൽ എല്ലാവരുടെ പങ്കാളിത്തവും വേണം. അപ്പൊ നിങ്ങൾ ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾ ചെലവഴിക്കുന്നതിന്റെ ഒരു രൂപ ഈ പള്ളിക്കും മദ്രസയ്ക്കും കൊടുക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കഴിവാണ്. അപ്പൊ അള്ളാഹ് ചോദിക്കുന്നതിന് മറുപടി പറയാം, പടച്ചോനെ എൻ്റെ ആരോഗ്യം നിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. ഒന്നിറക്കാമി പറ, അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. നല്ല ആരോഗ്യമുള്ള സമയത്ത് എന്ത് ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത സമയത്ത് 5 വഖ്ത് നിസ്കാരം. എന്റെ പെരുമ്പാവൂർ, എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ ചെറുപ്പക്കാരനുണ്ട്. അവല് വക്തവൻ പള്ളിയിൽ വരും, നല്ല ആരോഗ്യവാൻ. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ കുറെ നേരം അവൻ പള്ളിയിരിക്കും, കുറെ നേരം ദിക്റും സ്വലാത്തും ചൊല്ലും. എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റ് പോകുമ്പോഴും നല്ല ആരോഗ്യമുള്ള അവൻ കുറെ നേരം അവിടെ ഇരിക്കും. ഞാനൊരു ദിവസം അവനോട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെ ചെറുപ്പക്കാരാവണം നമ്മുടെ പള്ളിയിൽ. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് കാവൽ ഭടന്മാരാവണം നമ്മുടെ ആണുങ്ങൾ. പെണ്ണുങ്ങളെ വഴിതെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കാവൽ ഭടന്മാരായി നമ്മുടെ യുവാക്കൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം. സമാധാനത്തോടുകൂടി എല്ലാവർക്കും നാട്ടിൽ നടക്കാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലെ യുവാക്കൾ കാരണം ഉണ്ടാകണം. നല്ല ദീനുള്ള, ചിട്ടയുള്ള, അടക്കമുള്ള, ന്യൂ ഇയർ ആകുമ്പോൾ ആഘോഷത്തിന്റെ തിമർപ്പിൽ പോവാത്ത, കള്ളു കുടിക്കാത്ത, കഞ്ചാവ് അടിക്കാത്ത, ലഹരി ഉപയോഗിക്കാത്ത, നല്ല മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന, സ്വന്തം പെങ്ങളെ കെട്ടിച്ചു വിടുന്ന, വാപ്പ ഒരു 50-60 വയസ്സാകുമ്പോൾ പുറത്തു പോയി ഇറങ്ങിയിട്ട് 10 കാശുണ്ടാക്കിയിട്ട് വീട്ടിന്റെ ചെലവ് നോക്കുന്ന, അള്ളാനെ പേടിയുള്ള, പണ്ഡിതന്മാരെ ഇഷ്ടമുള്ള നല്ല യുവാക്കളായിട്ട് നമ്മൾ മാറണം. അപ്പൊ അള്ളാന്റെ സഹായം നമുക്കുണ്ടാവും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. അതിന് പകരം യുവാവാകുമ്പോ കള്ളുകൂടി സ്റ്റാർട്ട് ചെയ്ത് 20 ഇന്ന് 16 വയസ്സുകാരന് അടി തുടങ്ങാണ്. സ്കൂളിൽ പഠിക്കുന്ന 7ാം ക്ലാസ്സിലെ കുട്ടി പത്രത്തിൽ വന്നു കണ്ടില്ലേ കഴിഞ്ഞ ദിവസം? 13-14 വയസ്സുകാരി ഗർഭിണിയായി.
14 വയസ്സുകാരി ഗർഭിണിയായത് 13 വയസ്സുകാരൻ തന്റെ ക്ലാസ്മേറ്റ് കാരണമെന്ന് പറയുമ്പോൾ എവിടെ എത്തി? നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ മക്കളെ നല്ല വിശ്വാസാണ്. അവർ തെറ്റ് ചെയ്യൂല, അവർ കുറ്റം ചെയ്യൂല, അവർ അന്വേഷിക്കൂല, അവർ പുറത്തിറങ്ങിപ്പോവും. അവരെവിടെ പോയി എന്ന് അന്വേഷിക്കണം. മദ്രസയിൽ പോയാലും സ്കൂളിൽ പോയാലും സ്കൂളിലെ വഴി പോകുമ്പോൾ ആരാണ് അവരുടെ കൂട്ടുകാരൻ നിങ്ങൾ അന്വേഷിക്കണം. അവരെവിടെ പോകണം നിങ്ങൾ അന്വേഷിക്കണം. പള്ളിയിലെ ഉസ്താദന്മാർക്കും ജമാഅത്ത് കമ്മിറ്റിക്കാർക്കും ഒക്കെ പരിധിയുണ്ട്. നിങ്ങളുടെ മക്കൾ 100% നിങ്ങളെ വിശ്വസിച്ച് വിഡ്ഢികളാകരുത്. അവർ തെറ്റിലോട്ട് വഴുതി വീണ് പോകുന്നുണ്ട്. കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ നിങ്ങൾ കണ്ടില്ലേ? മലപ്പുറം ജില്ലയിൽ നിന്ന് വീട് വിട്ടിറങ്ങിയ 16 വയസ്സുകാരിയായ പെണ്ണിനെ 4 ഉമ്മമാരോട് കൊണ്ടുപോയി പീഡിപ്പിച്ച വാർത്ത പത്രമാധ്യമങ്ങളിൽ ഇന്നും ഇന്നലെയും മെനിയാന്നും മെയിൻ വാർത്തകളാണ്. പീഡിപ്പിച്ചത് മുസ്ലിമീങ്ങളല്ല, സംഘപരിവാരമല്ല, ഉണ്ടകളല്ല, ആരുമില്ല. മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ, ആണുങ്ങൾ 4 പേര് കൊണ്ടുപോയി ആ പെൺകുട്ടിയെ വീട്ടിൽ ഉമ്മായും വാപ്പായിട്ട് പിണങ്ങിയിട്ട് ഇറങ്ങിപ്പോയാണ്. ഈ പെൺകുട്ടികൾക്ക് മനസ്സിലാക്കണ്ടേ? അതിന് നിങ്ങൾ മാതാപിതാക്കൾ സോഷ്യലായിട്ട് ഇടപെടണം മക്കളോട്. ഇത് മാതാപിതാക്കള് പട്ടാളക്കാരന്മാരെ പോലെയാണ് നിൽക്കുന്നത് വീട്ടിൽ. പിന്നെ എങ്ങനെയാ മക്കള് ചൊവ്വാവണേ? എല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം മക്കൾ കൊടുത്ത് നിങ്ങൾ എല്ലാം സംസാരിക്കട്ടെ. വാപ്പാനോട് മക്കൾ തുറന്നു പറയട്ടെ. ഉമ്മായും വാപ്പായും പരസ്പരം വീട്ടിൽ മക്കളെ മുമ്പിൽ നിന്ന് അടികൂടുമ്പോൾ മക്കൾക്ക് വില അറിയില്ല. മാതാപിതാക്കളെ കുറിച്ചൊരു ബോധ്യവും സ്നേഹമൊന്നും ഈ മക്കൾക്ക് ഉണ്ടാവില്ല. വാപ്പ എവിടെയടി, എന്താടി എന്താ ചോദിച്ച മക്കൾ ആകെ ചൂടാക്കി പ്രശ്നമാക്കി വലിയ ആളായിട്ടേക്കും ഇവൻ വിചാരിക്കും എന്റെ ദേഷ്യം കാരണം മക്കളൊന്നും ചെയ്യൂലെന്ന്. അങ്ങനെയല്ല, കാലഘട്ടം വളരെ മോശമാണ്. 13, 14, 16 വയസ്സായ കുട്ടികൾ, യുവാക്കൾ പുറത്തു പോയിട്ട് കാണിക്കുന്ന ഹറാമുകൾ ചെറുതല്ല. കോളേജുകളിൽ നിങ്ങൾ വിടും നിങ്ങളെ പെൺമക്കളെ ആൺമക്കളെയും. അവരെവിടെ പോകുന്നു നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? യുവാക്കളും യുവതികളും വീട്ടിൽ വരുമ്പോൾ ഉമ്മ വാപ്പാന്ന് വിളിക്കുമ്പോൾ എല്ലാം കഴിഞ്ഞു. എവിടെ പോയി മക്കളെ? എവിടെയാണ് നീ പോയത്? എന്താ വൈകിയത്? അരമണിക്കൂർ വൈകിയല്ലോ. എന്താ നീ വൈകാനുള്ള കാരണം? ചോദിക്കണം. ഇടയ്ക്ക് നിങ്ങൾ അവരറിയാതെ അവരുടെ സ്കൂൾ ഗ്രൗണ്ടിൽ നിങ്ങൾ പോണം. ആരും അറിയാതെ പോണം. അവർ പോലും അറിയാതെ ദൂരെ നിന്ന് വീക്ഷിക്കണം. മക്കൾ എവിടെ ഇറങ്ങി? മക്കൾ എവിടെ എത്തി? എല്ലാ മക്കൾക്കും ഫോൺ മേടിച്ചു കൊടുത്തേക്കാണ്. അവരുടെ ഫോൺ ചെക്ക് ചെയ്യണം. അവർ വാട്സപ്പിൽ വരുന്ന കോളുകൾ ആരുടേത്, മെസ്സേജ് ഏതൊക്കെയാണ്, പാതിരാത്രി മക്കൾ ഉറങ്ങുന്നുണ്ടോ? ഇതൊന്നും ചിന്തിക്കൂല മാതാപിതാക്കൾ. ഇങ്ങനെ ചിന്തിക്കാതെ മക്കൾക്ക് 16 വയസ്സായി, 17 വയസ്സായി, 18 വയസ്സായി, 19 വയസ്സാകുമ്പോ നീ ഉറങ്ങിയില്ലേ രാത്രി, എവിടെ നീ എന്ന് ചൂടായി ചെല്ലുമ്പോ ഇയാളെ പണിയോ കടങ്ങാതി, ഞങ്ങൾ തുടങ്ങിയിട്ട് 4-5 കൊല്ലായി കെട്ടിച്ചേട്ടറങ്ങാതി. ഇവിടെ എത്തി സഹോദര. വാപ്പാക്ക് വിലയുണ്ടോ? ഉമ്മ അപ്പുറമായിട്ട് നിൽക്കും. ഉമ്മ മോക്ക് സപ്പോർട്ടാവും. മോനിക്ക് സപ്പോർട്ടാവും. അവൻ കൊച്ചു ചേർക്കാനല്ലേ അവനത് ഫോൺ ഉപയോഗിച്ചോട്ടെന്ന് ഉമ്മമാര് പറയും. ഇവിടെയാണ് വീടുകൾ പിഴച്ചു പോകുന്നത്. ഒരു 90% വീടുകളുടെ അവസ്ഥ ഇതാണ്. പള്ളിയിലൊക്കെ വരുന്ന തൊലാഖിന്റെയൊക്കെ എണ്ണത്തിന്റെ കവറിന് വല്ല അറുതിയുണ്ടോ? അങ്കടി മുഖറിൽ ഇല്ല എന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ സാധാരണക്കാരും പാവങ്ങളും നല്ലവരുമാണ്. അള്ളാഹു ഇല്ലാതെ ഒരു കുടുംബത്തിനും അത് വരാതെ കാക്കട്ടെ. വാപ്പാക്ക് സമാധാനം ഉണ്ടാവോ? കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് കുറെ പണം ഉണ്ടാക്കിയിട്ട് നാട്ടിൽ വന്നപ്പോ മോക്ക് 2 കാമുകൻ 3 കാമുകൻ. അന്വേഷിക്കാൻ വാപ്പാക്ക് നേരണ്ടായില്ല. ഉമ്മാക്ക് ഫോൺ വിളിച്ച് കുടുംബക്കാരെ മൊത്തം വിളിക്കുന്നു. ഫോണിൽ മോളെ വഴി. അങ്ങനെ ആകരുത് കുടുംബം. അതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, യുവാക്കളും യുവതികളും വഴി പിഴച്ച് പോകുന്നതിന് 99% കാരണക്കാരും മാതാപിതാക്കൾ ഉത്തരവാദികളാണ്. അവരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മദ്രസയിൽ വിടൂല. മദ്രസയിൽ വിട്ടാലും മദ്രസയിൽ വിട്ടില്ലെങ്കിലും നമ്മൾ അവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എവിടെ വിട്ടിട്ടും കാര്യമില്ല. അള്ളാഹു നമ്മളെ മക്കളെല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. മക്കളെ കൊണ്ട് നാണം കെടാതെ അള്ളാഹു കാക്കുമാറാവട്ടെ. ഇപ്പൊ ഞാൻ ബംബ്രാണയിൽ ഖാലിദ് ചട വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ മൂത്ത മോൻ MBBS പഠിക്കുകയാണ്. അവൻ MBBS പഠിക്കുന്നതോടൊപ്പം ഹാഫിളാണ്. അദ്ദേഹത്തിന് സമ്പത്തും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഹാഫിളൊന്നും പഠിക്കാതെ വേറെ വലിയ ഉദ്യോഗത്തിൽ വിടാം. പക്ഷേ ഹാഫിളാക്കിയിട്ട് വിട്ടപ്പോൾ അവനിക്ക് ഉമ്മാടെയും വാപ്പാടെയും വില അറിയാം. ഉമ്മാടെയും വാപ്പാടെയും വില മക്കൾക്ക് അറിയില്ല സഹോദര. ഈ ഇരിക്കുന്ന മക്കളും കുഞ്ഞുങ്ങൾക്കൊന്നും ഉമ്മാടെയും വാപ്പാടെയും വില ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. വീട്ടിൽ നിങ്ങൾ ഓപ്പണായിട്ട് മക്കളുമായിട്ട് സംസാരിച്ചിട്ട് പറ, മോനെ വാപ്പാക്ക് ഇതാണ് ജോലി, ഇത്ര ശമ്പളേ ഉള്ളൂ, നിന്നെ വളർത്തിയതിന് ഇത്ര കഷ്ടപ്പാടുണ്ട്, ഇത്ര ബുദ്ധിമുട്ടുണ്ട്, ഞാൻ അടങ്ങിയറായിട്ട് വയലിൽ പോയി പണിയെടുത്ത്, ഞാൻ റബ്ബർ വെട്ടി, കൂലിപ്പണി ചെയ്ത്, കല്ല് വെട്ടി, ഞാൻ വീട്ടിൽ വരുമ്പോൾ ഞാൻ നിനക്ക് മേടിച്ചിരുന്ന ഇറച്ചിയും മാംസവും നിനക്ക് മേടിച്ചു തരുമ്പോൾ ഞാൻ എത്ര ദിവസം പട്ടിണി കിടന്ന് മക്കളോട് ഓപ്പണായിട്ട് പറ വാപ്പാ.
ഈ ഇരിക്കുന്ന ആലിമ്യങ്ങൾ, സംസാരിക്കുന്ന ഞങ്ങൾ പോലെ ആലിമ്യങ്ങൾ എത്ര ശമ്പളം ഉണ്ടെന്നറിയോ? മാസത്തിലാകെ 15,000 20,000 അവന്റെ മേലില്ലല്ലോ ഈ പാവങ്ങൾക്ക് ശമ്പളം. കുടുംബത്തെ നോക്കുന്നു, കുടുംബം പോറ്റുന്നു, ഒരു ഹോസ്പിറ്റലിൽ കേസ് വന്നാൽ കടമാകുന്നു, ദുഃഖമാകുന്നു. അപ്പൊ നമ്മൾ സമ്പത്ത് ചെലവഴിക്കുമ്പോഴും സൗകര്യങ്ങൾ നോക്കുമ്പോഴും നമ്മളെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ അറിഞ്ഞു നിന്ന് പാവങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ച് എല്ലാത്തിലും ശ്രദ്ധയോടുകൂടി നമ്മൾ വളർന്നു വരണം. ഇന്ന് എനിക്ക് വേദനാജനകമായ കുറെ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. ഇരിക്കുന്ന മക്കളൊക്കെ നാളെ മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ അരികെ വന്നൊരു ഫാത്തിഹ, ഒരു യാസീൻ ഓതണ്ടേ? ഞാനൊരു പിന്നെ കണിയാപുരം അബ്ദുൾ റസാഖ് വലിയുള്ളാഹി തങ്ങളുടെ മക്കാമുണ്ട്, അതിന്റെ ഉറൂസ് എടുക്കാണ് ഇൻഷാ അല്ലാഹ്. വരുന്ന ജനുവരി 3, 4 അവിടെ ഉറൂസാണ്. അവിടെ സാധാരണ ഈ കാരണവന്മാരൊക്കെ വന്ന് കിടക്കും. അവിടെ ഭക്ഷണമില്ലാതെ വീട്ടിൽ നിന്നൊക്കെ പുറത്തു വന്നിട്ട് വീട്ടിൽ നിന്നൊക്കെ അടിച്ചിറക്കിയിട്ട് ഒരുപാട് കാരണവന്മാരൊക്കെ അവിടെ വന്ന് പലപ്പോഴും കിടക്കലുണ്ട്. അപ്പൊ അവരോട് ചോദിക്കുമ്പോ അവര് പറയും മക്കൾക്ക് വേണ്ട അടിച്ചിറക്കി. അതുകൊണ്ടാണ് യുവാക്കളായ സഹോദരങ്ങളോട് പറയുന്നതല്ലാ, പൊന്നാര ചെറുപ്പക്കാരാ തടവാ ഉസ്താദ് പാടുന്നത് കേട്ടുകൊള്ളൂ. സുബ്ഹാനല്ലാഹ്, ഗർഭാശയം വിട്ടത് മുതൽ സഫറാണേ, അടുത്തുള്ള ക്യാമ്പും സോദര ഖബറാണേ, ഉറങ്ങിക്കിടന്നെങ്കിലും നടക്കുന്നേ, ദൈനംദിനം കഴിയോടതാ അടുക്കുന്നേ, തണലുണ്ട് 7 സമൂഹമിൽ നാളന്ന്, അള്ളാന്റെ തണലല്ലാതെ തണലില്ലെന്ന്, ഭയഭക്തിയോടെ വളർന്നു ജീവിതകാലം, എന്നാൽ അവർക്കും കിട്ടുമേ അതുമൂലം. എന്റെ പൊന്നാര വാപ്പാ, ആരോഗ്യമുള്ള സമയത്ത് അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന യുവാക്കളാരാ? അള്ളാഹ് പറയുന്നുണ്ട്, സബ്ആ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. തണലല്ലാത്ത ദിവസം, അള്ളാന്റെ തണലല്ലാത്തൊരു തണലുമില്ലാത്ത മഹ്ശറ വൻസവയില് 7 കൂട്ടർക്ക് അള്ളാഹു അതാ അള്ളാന്റെ തണൽ കൊടുക്കുന്നു, അർശിന്റെ തണൽ കൊടുക്കുന്നു. അതാരെന്നറിയോ? ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. ബന്ധപ്പെട്ട് പള്ളിയും മദ്രസയുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ചെറുപ്പക്കാരാ ശ്രദ്ധിക്കണേ. അള്ളാഹുവിന്റെ ദീനുമായിട്ട് ബന്ധപ്പെട്ടാണ് നീ നടക്കുന്നതെങ്കിലോ എപ്പോഴും നിനക്ക് അള്ളാനെ പറ്റിയ ചിന്ത. എന്നാ നിനക്ക് അള്ളാഹ് തരുന്ന കൂലി എന്തെന്നറിയോ? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാന്റെ റസൂല് പറഞ്ഞു വെക്കുകയാ, അള്ളാഹുവിന്റെ അർശിന്റെ തണൽ നിനക്ക് അള്ളാഹു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എടോ ഈ അങ്കടി മുകളിൽ സമാധാനം വേണോ? അങ്കടി മുകളിൽ എല്ലാവിധ അള്ളാഹുവിന്റെ സംരക്ഷണത്തിന്റെ വലയങ്ങൾ ഇറങ്ങണോ? യുവാക്കളെ, യുവതികളെ, നിങ്ങൾ നന്നാവാതെ ഈ ദുനിയാവ് നന്നാവൂല, നിങ്ങൾ നന്നാവാതെ ഈ നാട് നന്നാവൂല. യുവാക്കളെ, യുവതികളെ, നിങ്ങളെങ്ങാനും അള്ളാന്റെ കൽപ്പന ലംഘിച്ചിട്ടാണ് ഈ മണ്ണിലൂടെ നടന്നു നീങ്ങുന്നതെങ്കിലോ നിങ്ങളെ വാപ്പ നേരത്തെ കബറിൽ പോവും, ഉമ്മയും നിങ്ങളുടെ കബറിൽ പോവും. പണ്ട് നല്ല നല്ല ആലിമീങ്ങൾ പോകും. ഈ നാട്ടിലുള്ള നല്ല ആളുകളെല്ലാം അള്ളാഹു അങ്ങ് കൊണ്ടുപോയിട്ടു. യുവാക്കളെ, യുവതികളെ, അഴിഞ്ഞാടാനാണ് നിന്റെ ഭാവമെങ്കിലോ ഈ കാസർഗോഡ് ജില്ലയിലല്ലേ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം നിങ്ങൾക്ക് കേൾക്കണോ? പാതിരാത്രിയായപ്പോൾ പെണ്ണ് വീട്ടിൽ നിന്നിറങ്ങുകയാ. കിടക്കും പോലെ അവളുടെ ബെഡിൽ ഇങ്ങനെ തലയണ വെച്ചു, ബെഡ്ഷീറ്റ് വെച്ചൊരു പെണ്ണിങ്ങനെ കിടക്കും പോലെ മാതാപിതാക്കൾ വന്ന് നോക്കിയാൽ കട്ടിലിൽ ആളുണ്ടെന്ന് തോന്നിക്കും വിധം ഇങ്ങനെ ബെഡ് ശരിയാക്കി വെച്ചിട്ടു. പൊന്നാര വാപ്പാ, കേൾക്കണം, നമ്മുടെ മക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണോ
എനിക്കും 2 പെൺമക്കളാ, സുഫിയാൻ ബാക്കവിക്കും 2 പെൺമക്കളാ. നിങ്ങൾക്ക് പെൺമക്കളില്ലേ വാപ്പാ? നിങ്ങൾക്ക് ആൺമക്കളില്ലേ വാപ്പാ? ഈ പെണ്ണ് വാപ്പയും ഉമ്മയും പറ്റിച്ചിട്ട് പാതിരാത്രി പുറത്തിറങ്ങുകയാ. പുറത്തുനിന്ന് ലോക്കങ്ങ് പൂട്ടി, വീടങ്ങ് പൂട്ടിയിട്ട് ഇറങ്ങിപ്പോയി. വാപ്പയും ഉമ്മയും അറിഞ്ഞില്ല. വഴിയിൽ വെച്ച് ചെറുപ്പക്കാരുമായിട്ട് സംശയത്തിൽ പിടിച്ചപ്പോ അറിയുകയാ, ഇന്ന വീട്ടിലെ പെണ്ണാണ്, ഇന്ന വീട്ടിലെ ആണാണോ. ഈ കാസർഗോഡ് നടന്നാണെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടുകാരൻ വിളിച്ച് പറയാ, ആരോട് സമാധാനം പറയാനാ, ആരോടാ സമാധാനം പറയാ? അതുകൊണ്ട് പൊന്നാര യുവാക്കളെ, യുവതികളെ, വഴിവിട്ടു പോയോ? നിനക്ക് അല്ലാഹു തന്ന ആരോഗ്യം തിരിച്ചെടുക്കാൻ പടച്ചവന് വലിയ സമയമൊന്നും വേണ്ട. പൊന്നാര ചെറുപ്പക്കാരാ, നിനക്കറിയോ RCCയിൽ കിടക്കുന്നത് 90 വയസ്സുള്ള കിളവന്മാരല്ല. RCCയിൽ കിടക്കുന്നത് 80-90 വയസ്സായ രോഗികളല്ല. ഭൂരിഭാഗം പേരും ചെറുപ്പക്കാരാ, ഭൂരിഭാഗം പേരും ചെറുപ്പക്കാരാ. ഞാൻ ഈ മഹലിനടുത്തുള്ള 300 വയത് പറയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 2-3 കൊല്ലം വന്നിട്ടുണ്ട്. അവിടെയുള്ള മുഴുവൻ ചെറുപ്പക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരു വഅദ വെക്കുമ്പോ എത്ര ചെറുപ്പക്കാരാ വന്നുകൂടുന്നറിയോ? അതുകൊണ്ട് അങ്കടിമുഖറിലെ ജമാഅത്ത് കമ്മിറ്റിയോട്, നാട്ടുകാരോട് നമ്മളെ യുവാക്കളെയെല്ലാം പള്ളിയുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുത്തൂ. അവരെ പള്ളിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ നാടും നമ്മുടെ നഗരങ്ങളും ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇല്ലാതെ സമാധാനത്തോടെ പോകുന്ന ഈ നാട്ടിലോ നമ്മുടെ യുവാക്കൾ ഭൂരിഭാഗം പേരും നമ്മുടെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ മദ്രസയുമായിട്ട് ബന്ധപ്പെട്ടു. അവർക്ക് കള്ള് വേണ്ട, കഞ്ചാവ് വേണ്ട, പെണ്ണ് വേണ്ട, ലഹരി വേണ്ട, ഹറാമ് വേണ്ട, അള്ളാന്റെ ദീൻ മാത്രം മതി എന്നുള്ള ബോധമുള്ള നല്ല ആണുങ്ങൾ കടന്നു വരുമ്പോ പൊന്നാര വാപ്പാ, അങ്ങനെയുള്ള 10-100 ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഈ നാട്ടിലെ ഒരു മയ്യത്തും അനാഥമാവൂല. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്തെന്നറിയോ? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ദീനുണ്ടാവാൻ കാരണക്കാരെന്നല്ല ചെറുപ്പക്കാരന്മാരാ. ചരിത്രത്തിലോട്ട് കടന്നു വരൂ സഹോദരാ. മുആദ് ബിൻ അംർ ബിൻ ജമൂഹ്, സ്വഹാബിമാരിൽപ്പെട്ട ബദരീങ്ങളിൽപ്പെട്ട വലിയ സ്വഹാബിയാണോ സഹോദര. അംർ ബിൻ ജമൂഹ് എന്ന് പറയുന്നത് മുടന്തനായ സ്വഹാബിയാണോ? അദ്ദേഹത്തിന്റെ മകനാണ് മുആദ് ബിൻ അംർ ബിൻ ജമൂഹ്. ഈ മുആദ് ബിൻ അംർ ബിൻ ജമൂഹിന്റെ സഹോദര കൂട്ടുകാരനാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. 2 മുആദും കൂടിയിട്ട് എന്ത് ചെയ്തെന്നറിയോ? അംർ ബിൻ ജമൂഹ് വിഗ്രഹാരാധകനാണ്. മനാഫ് എന്ന് പേരുള്ള ഒരു വിഗ്രഹം തന്റെ വീട്ടിലുണ്ട്. ഒരു ദിവസം പോയിട്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മുആദ് ബിൻ അംർ ബിൻ ജമൂഹ് തങ്ങളും ചെന്നിട്ടു. ഈ അംർ ബിൻ ജമൂഹിന്റെ വീട്ടിലുള്ള മനാഫ് എന്ന വിഗ്രഹത്തെ എടുത്ത് പുറത്തുകൊണ്ട് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാ. അംർ ബിൻ ജമൂഹ് രാവിലെ നോക്കുമ്പോ തന്റെ ദൈവം അവിടെയില്ല. മുആദ് ബിൻ ജബൽ തങ്ങളും അങ്ങനെ കൊണ്ടുപോയി എറിഞ്ഞതിന് ശേഷം ഈ അംർ ബിൻ ജമൂഹ് അത് പോയി എടുത്ത് തിരിച്ചുകൊണ്ട് അതേ വീട്ടിൽ വെക്കുകയാ. പിറ്റേ ദിവസവും എടുത്തെറിഞ്ഞു കളയുകയാ. അങ്ങനെ അവസാനം എറിഞ്ഞെറിഞ്ഞ് അവസാനം ഒരു പട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്തങ്ങനെ പുഴുത്തൊരിച്ചെറിയുന്ന ഒരു പട്ടിയുടെ ശവത്തോട് കൂടിയിട്ട് വലിച്ചെറിയുമ്പോ അത് അംർ ബിൻ ജമൂഹ് വിഷമിച്ചത് എടുക്കാൻ തുനിയുമ്പോ മക്കയിൽ നിന്നതാ മദീനയിലേക്ക് കുറച്ച് പരിശുദ്ധ റസൂലിന്റെ അനുയായികൾ കടന്നു വരുമ്പോ ചോദിക്കുന്നു, എന്തേ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? എന്റെ ഇങ്ങനെ കല്ലും മുള്ളും ആരാധിക്കുന്ന ഒരു ആരാധകനാണ് ഞാൻ, എന്റെ ദൈവത്തെ ഇതാ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തന്റെ മകനായ മുആദ് ബിൻ അംർ ബിൻ ജമൂഹമാണെന്നറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് പറയും, നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? കാണാൻ പറ്റാത്ത, കേൾക്കാൻ പറ്റാത്ത ഇവരെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, എല്ലാം കേൾക്കാൻ, എല്ലാം സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്ന ഏകനായ റബ്ബായ അല്ലാഹു ഉണ്ടല്ലോ എന്ന് പറയുമ്പോ ആ മക്കള് ചെയ്തതാ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുമ്പോ ഇസ്ലാമിലോട്ട് കടന്നു വരുന്നു അംർ ബിൻ ജമൂഹ്. അങ്ങനെ സ്വന്തം മക്കള്, ചെറുപ്പക്കാരായ 2 മക്കള് കാരണം അംർ ബിൻ ജമൂഹ് ഇസ്ലാമിലോട്ട് കടന്നു വരികയാ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ ആരാ മുആദ് ബിൻ ജബൽ, ആരാണ് മുആദ് ബിൻ അംർ ബിൻ ജമൂഹ് എന്നറിയോ? ചെറുപ്പക്കാരാ,
ആകെ 16 മുതൽ 20 വയസ്സിന്റെ ഇടയിലുള്ള നല്ല ചുണക്കുട്ടന്മാരായ ചെറുപ്പക്കാരാ ബദറിന്റെ രണാങ്കണത്തിലോട്ടതാ കടന്നു വരികയാ. ആ മൂസാ നബിയുടെ ഫിർഔനേക്കാൾ കഠിനഹൃദയനായ അബൂജഹലിനെ കൊന്നത് ഈ മുആദ് ബിൻ ജബൽ, മുആദ് ബിൻ അംർ ബിൻ ജമൂഹും കൂടിയാ. എന്റെ പൊന്നാര വാപ്പാ, വർത്തമാന കാലഘട്ടത്തിലെ യുവാക്കളായ സഹോദരങ്ങൾ കേട്ടോ, ഇസ്ലാം നിലനിൽക്കാനുള്ള കാരണത്തിന് അള്ളാഹു മാറ്റിവെച്ചത് മുഴുവനും ചെറുപ്പക്കാരെയാ. ചെറുപ്പക്കാരെ കഥകളാ വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹു ഈ ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ കൂടെ ബദർ രണാങ്കണത്തിൽ പങ്കെടുക്കുമ്പോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതാ തന്റെ അടുക്കൽ കടന്നു വരികയാ മുആദ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും കൂടി, രണ്ടുപേരുടെ പേര് മുആദ് എന്നാ. നമ്മൾ ബദരീങ്ങളെ പേര് വായിക്കുമ്പോ പറയാറില്ലേ മുആദും 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 മുആദ് എന്ന്. അതിൽ രണ്ട് മുആദ്, ഈ മുആദുകളാ. അവർ വന്നിട്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് ചോദിക്കും, യാ അമ്മീ ഐന അബൂജഹൽ, എവിടെയാണ് അബൂജഹൽ ഉള്ളത്? ബദറിന്റെ രണാങ്കണമാണ്. ബദർ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ബദർ യുദ്ധകാളം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന ശുഹദാഉൽ ബദരീങ്ങളെ ഉദികത്തും ഇസ്ലാമിൽ ഉയിർമാലും കൊടുത്തുള്ള ഉചിത പോർ പൂലികളാം ശുഹദാക്കളെ. ആ ബദറിന്റെ രണാങ്കണം കാരണമായി ഇസ്ലാമിൽ ഞാനും നിങ്ങൾ അങ്കടിമുഖർ പള്ളിയുടെ കീഴിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലോ ആ അബൂജഹലായ കിങ്കരനായ എന്റെ അബൂജഹൽ എന്ന് പറയുന്ന എന്റെ ശത്രു മൂസാ നബിയുടെ ഫിർഔനേക്കാൾ ശക്തനാണെന്ന് പറഞ്ഞ പരിശുദ്ധ റസൂലിന്റെ ഏറ്റവും വലിയ കൊടിയ ശത്രു അബൂജഹലിനെ കൊന്നതാരെന്നറിയോ? 20 വയസ്സിന് താഴെയുള്ള മുആദുമാരാ. ചോദിക്കുന്നു, എവിടെ അബൂജഹൽ, എവിടെയാ? കാണിച്ചു കൊടുക്കുന്നു, അതാണ് അബൂജഹൽ എന്ന് പറയുമ്പോ രണ്ടുപേരും കുതിച്ചങ്ങ് ചാടുകയാ. ആ അബൂജഹലിന്റെ നെഞ്ചത്തോട്ട് ചാടിയങ്ങട്ട് ചവിട്ടിയിട്ട് കിടത്തിയിട്ടു. അബൂജഹലിന്റെ മുടിയിലങ്ങട്ട് പിടിച്ചു വെച്ചിട്ട് കഴുത്തങ്ങറുത്തെടുത്തിട്ടു വലിച്ചഴച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട്, യാ റസൂലല്ലാഹ്, ഞങ്ങളെ കൊന്നു നബിയേ, ഞങ്ങളെ കൊന്നു നബിയേ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടുപേരുടെ വാളും പിടിച്ചു വെച്ച് നോക്കിയിട്ടു. ഇലാഹുമാ, രണ്ടുപേരും കൂടിയാ കൊന്നത്. അംർ ബിൻ ജമൂഹിനാണ് അബൂജഹലിന്റെ സകല ആയുധങ്ങളും റസൂലുള്ളാഹി സമ്മാനിച്ചതെങ്കിലോ ചെറുപ്പക്കാരായത് ചെറുപ്പക്കാരന്മാരെ ദീനാണ്. അതുകൊണ്ട് കള്ളു കുടിക്കാൻ പറയുന്ന ദീനല്ല, ഇത് കഞ്ചാവടിക്കാൻ പറയുന്ന ദീനല്ല, ലഹരി പിടിക്കാൻ പറയുന്ന ദീനല്ല, പെണ്ണ് പിടിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ദീനല്ല. യുവാക്കളെ, ധാർമ്മിക ബോധമുള്ള യുവാക്കളായി നിങ്ങൾ കടന്നു വാ. നിങ്ങൾ ആരോഗ്യമുണ്ടല്ലോ, ഇവിടെ പാവപ്പെട്ട കുറെ രോഗികളുണ്ട്. ആ പാവപ്പെട്ട നിങ്ങളെ വാപ്പാടെ പ്രായമുള്ള ക്യാൻസറും ട്യൂമറും ബാധിച്ചിട്ട് നിസ്കരിക്കാൻ പോലും കഴിയാതെ കണ്ണ് കാണാത്ത അന്ധന്മാരായി വികലാംഗന്മാരായി എഴുന്നേക്കാൻ പോലും പറ്റാത്ത വീടിന്റെ കത്തളത്തിൽ അടച്ചിടപ്പെട്ട പാവങ്ങളോ, ഇപ്പുറത്ത് വിധവകളായ പാവപ്പെട്ട ഉമ്മമാര് വാർദ്ധക്യ സഹജമായി രോഗം ബാധിച്ചിട്ട് മക്കളില്ല, കൂട്ടുകുടുംബങ്ങളില്ലാത്ത പാവങ്ങളോ, അങ്കടി മുകളിൽ ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടോ കറുത്ത തുഴിയുള്ള, കറുത്ത താടിയുള്ള, കറുത്ത മീശയുള്ള യുവാക്കളോടാ സുഫിയാൻ ബാക്കവി പറയുന്നത്. ഇത് 2026 അടുത്തൊരു 2026 ഡിസംബർ 31 അവസാനിക്കുമ്പോ ഞാനും നീയും ഉണ്ടോ എന്ന് വല്ല ഉറപ്പുമുണ്ടോ? എടാ, ഈ 2025 തിരിഞ്ഞു നോക്കുമ്പോ എന്റെയും കൂടെ നമ്മളോടൊപ്പം വാള് കേൾക്കേണ്ട എത്ര പേരാ ഖബറിന്റെ ഉള്ളില്? കൂടെ പഠിച്ച കൂട്ടുകാര്, സുഹൃത്തുക്കള്, സഹോദരിമാര്, സഹോദരങ്ങൾ എത്ര പേരാ ഖബറിലുള്ളത്? അതുകൊണ്ട് യുവാക്കളായ സഹോദരാ, നീണ്ട ആയുസാണോ നീ പ്രതീക്ഷിക്കുന്നത്? അത് അല്ലാഹു തരുമെന്നാണോ നീ വിചാരിക്കുന്നത്? മഹാന്മാരായ കവിമാര് പാടുന്നുണ്ട് കേട്ടോ. അയാമയ്യു അമ്മാലു തൗലൽ ഖുലൂദി വതൂലുൽ ഖുലൂദി അലൈഹി ലററൂ. നീ ദീർഘമായ കാലമാണോ നീ ആഗ്രഹിക്കുന്നത്?
ആഗ്രഹിക്കുന്നത്? കുറെ നാൾ അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്ന് നീ കരുതുന്നുണ്ടോ? DJ പാട്ടും ഡാൻസ് പാർട്ടിയുമായിട്ട് കൂത്താട്ടം നടത്താമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഇദാമാ കബിറത് വബാന ശബാബു ഫലാ ഖൈറ ഫിൽ ഐശി ബഅദൽ കിബറു. മുടിയങ്ങട്ട് നിറച്ചിട്ട് കൈകുത്താൻ വയ്യ, കാലുകുത്താൻ വയ്യ, സുജൂദ് ചെയ്യാൻ വയ്യ, കസേരയിൽ ഇരുന്ന് ഇരിപ്പായി, നിസ്കരിക്കാൻ പറ്റുന്നില്ല, കിടന്ന കിടപ്പാണെങ്കിലും ഫലാ ഖൈറ ഫീ, നിനക്കൊരു ഖൈറുമില്ല മോനെ എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വിശ്വസിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പാടുമ്പോ ഇബാദത്ത് ചെയ്യാനും നല്ലവണ്ണം ഇഖ്ലാസോടുകൂടി ഖുർആൻ ഓതാനും ആരോഗ്യമുള്ള സമയം നിനക്കുള്ളപ്പോ നീ പ്രവർത്തിക്കണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നബിയും പറയാത്ത അള്ളാഹു നമുക്ക് നല്ല ഈമാൻ തരുമാറാവട്ടെ. അല്ലാതെ മുടി അങ്ങട്ട് ഒരെണ്ണം നരയ്ക്കുമ്പോ താടിയുടെ ഒരു മുടി നരച്ചിടെ അങ്ങ് വെട്ടിക്കളയാം. എന്തിനു വേണ്ടി? യുവാവാൻ വേണ്ടിയിട്ട്, വയറ് കുറയ്ക്കാൻ വേണ്ടി ഡയറ്റ് അടിക്കുന്നു. എന്തൊക്കെയാ നമ്മുടെ ആൾക്കാർ ചെയ്യണമെന്നറിയാവോ? എത്ര പേരാ മുടി കറുപ്പിക്കുന്നത്? യുവാവിന്റെ സമയം മാത്രമേ നിനക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഒരു 20 വയസ്സ് മുതൽ, ബഹുമാനപ്പെട്ട ഇമാമിങ്ങളൊക്കെ പറയുന്ന അങ്ങനെയാണ്, 20 വയസ്സ് മുതൽ 35 വയസ്സ് വരെ കിടുകിടുത്ത് നല്ല നല്ല യുവത്വത്തിന്റെ പ്രായം. 35 മുതൽ 40 വയസ്സ് വരെ നിനക്കത് കിട്ടും. പക്ഷെ 40 വയസ്സായി കഴിഞ്ഞാൽ നിനക്ക് ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വന്നു തുടങ്ങും. മെല്ലെ മെല്ലെ വരും. ഇപ്പോഴത്തെ ജീവിത സ്റ്റൈൽ അനുസരിച്ച് ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ വരും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാതെ സിനിമാ നടന്മാരെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് എങ്ങനെ അവരെ പോലെ ആവാം, എങ്ങനെ ഇവരെ, അള്ളാഹു നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ടൈം കഴിയുമ്പോൾ അത് തീരും, അത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ബക്കറ്റ് വരുമൊന്നുമില്ല, ബക്കറ്റ് കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. സംഘാടകരെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു അനക്കമെല്ലാം നിന്നാ 10:30 ബക്കറ്റ് വരും കൊണ്ടുപോകാൻ. എന്തായാലും ഇവരൊക്കെ അതിന്റെ പൈസയെ കൊണ്ടുവന്ന് ഇടാല്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാരൊക്കെ, ധാർമ്മിക ബോധമുള്ള ചെറുപ്പക്കാര് ഇൽമു പഠിക്കാനുള്ള സമയത്ത് നമ്മൾ ഇൽമു പഠിക്കണം. അറിവ് പഠിക്കാനുള്ള സമയത്ത് അറിവ് പഠിക്കണം. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മിൻ ബൈനി സദിയൈ സൗജത്തിൻ വ ഉമ്മി ഹുസൂലു ഇൽമിൻ ഖാലഹു ഫിൽ ഉമ്മി. ബഹുമാനപ്പെട്ടവരുടെ ഉമ്മ എന്ന കിതാബിൽ പറയാണ്, ഭാര്യയുടെയും ഉമ്മയുടെയും 2 മുലകളുടെ 2 മാർഡങ്ങളുടെ ഇടയിലാണ് ഇൽമു പഠിക്കുന്നവന്റെ സമയം. ഉമ്മയുടെ മുലപ്പാല് കുടിച്ചിട്ട് വളർന്നു വരുന്നവൻ കല്യാണം കഴിഞ്ഞ് ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്നത് വരെയാണ് അവൻ ഇൽമു പഠിക്കുന്ന ഏറ്റവും ടോപ്പ് ടൈം. അത് കഴിഞ്ഞാൽ പിന്നെ പോയി. അപ്പൊ ചോദിക്കും, നിങ്ങൾ ഒരുപാട് ആൾക്കാർ പഠിക്കുന്നുണ്ടല്ലോ എന്ന്. പഠിക്കുന്നില്ല എന്നല്ല എന്റെ അർത്ഥം. പക്ഷെ ഏറ്റവും കൂടുതൽ ആർജിച്ച് ഇൽമു എടുക്കാൻ പറ്റുന്ന ടൈം ഒരു 25, 26, 27 കല്യാണം കഴിക്കുന്ന ടൈം വരെ എന്നാണ്. ഞങ്ങൾ ഉസ്താദന്മാരും അങ്ങനെയുണ്ട്. ഞങ്ങൾ 11 കൊല്ലം പഠിക്കണം ഒരു ഉസ്താദ് ആവണമെങ്കിൽ. ഒരു ദർസിൽ പോയി ഉസ്താദിന്റെ കീഴിലിരുന്ന് അടിയെന്ന് പറഞ്ഞാൽ ചില്ലറ അടിയൊന്നും അല്ല, വഴക്കും ഇടിയും, കിട്ടുന്ന ഭക്ഷണവും കഴിച്ച് പഠിച്ച് 11 കൊല്ലാകുമ്പോൾ വീണ്ടും വിടും. ബാക്കിയാത്തിലോ പട്ടിക്കാടോ അല്ലെങ്കിൽ മർക്കസിലോ ഇങ്ങനെ പല സ്ഥലത്തും വിടും. അതുകൊണ്ടും തീരൂല്ല, കല്യാണം കഴിച്ചാലും തീരൂല്ല. പക്ഷേ ഏറ്റവും ടോപ്പ് ടൈം ഷാഫി ഇമാം പറയുന്നത് നമ്മളെ യൗവനത്തിൽ എന്തും പഠിക്കാം, എന്തും നേടാം. ആ സമയത്ത് ധാരാളം, ആ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. അല്ല, നടുവേദനയാവുന്ന സമയത്ത് കുനിയാൻ വയ്യ. എന്റെ വല്യമ്മ വീട്ടിനകത്ത് ഭയങ്കര തഹജ്ജുദ് നിസ്കാരാണ്, പക്ഷെ എന്റെ കൂടെ കഴിയുന്നില്ല. എന്തുകൊണ്ട്? മനസ്സില്ല. എന്തുകൊണ്ടാ മനസ്സിലാത്തത്? കുറെ നാൾ ഇനിയും ജീവിക്കും. പ്രായമായ കളവി എന്താ പിന്നെ തഹജ്ജുദ് ചെയ്യുന്നത്? നാളെ മരിക്കുമെന്നുള്ള പേടിയുണ്ട്. ഇതല്ലേ സത്യം. ഞാൻ എന്താ കുറെ ഇബാദത്ത് ചെയ്യാത്തത്? നീ കുറെ നാളെ ജീവിക്കും, ആരോഗ്യമുണ്ട്. പ്രായമായ ഉമ്മമാരെന്താ ചെയ്യണത്? അവര് പെട്ടെന്ന് മരിച്ചു എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടാണ്. പ്രായമായ വാപ്പമാര് കുറെ നിസ്കരിക്കുന്നത് പെട്ടെന്ന് വരും. അങ്ങനെയല്ല, ഏത് സമയത്തും മരിക്കാം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അതാണ് ഞാൻ ആദ്യം പാടി വെച്ചത്. മുന്നറിയിപ്പില്ലാതെത്തും മരണം എന്നുമേ, മുന്നൊരുക്കമില്ല എങ്കിൽ നാശം തന്നെയാ. നല്ലവണ്ണം ഒരുങ്ങിയിരിക്കണം. ഏത് സമയത്ത് മരണം വന്നാലും നല്ലവണ്ണം ഒരുങ്ങിയിരിക്കണം.
നശ്വരമാം ദുനിയാവിന്റെ മോഹം സർവവും നാശമില്ല നരകത്തിന്റെ തീയിൽ എരിയുമേ, തീയിൽ എരിയുമേ. നശ്വരമാണ്, നശിക്കേണ്ട ഈ ദുനിയാവാണ്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. നാശമില്ല നരകത്തിന്റെ തീയിൽ എരിയുമേ, തീയിൽ എരിയുമേ. മനുജാനിൻ നിശ്വാസം നിശ്ചലമാകുമ്പോൾ നിൻ പ്രിയരാം പൊന്മക്കൾ പൊട്ടിക്കരയുമ്പോൾ തുണിമൂന്നിൽ നിന്നെ പൊതിയുന്നു, സന്തൂക്കിൽ നിന്നെ കേറ്റുന്നു. ഇസ്രായേൽ വരും കാബിദുൽ അർവാഹ് മലക്ക് ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ പൊന്നാര വാപ്പാ പിന്നെ 3 തുണ്ടൻ തുണിയാണ്, കെട്ടുകൾ 3ഉം കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി. ഒരു ദിനം ഉണ്ടൊരു യാത്ര, മടക്കമില്ലാത്ത യാത്ര, അങ്ങ് കൊണ്ടുപോകും വാപ്പാ. ചെറുപ്പക്കാരാ, കൊണ്ടുപോകുന്ന വേളയിൽ ഒന്ന് വിളിച്ചാൽ പോലും നിന്നെ ആളുകളല്ല, നിന്റെ ഉമ്മയും നിന്റെ ഭാര്യയും നിന്റെ കൂട്മക്കളും വിളിക്കും, വാപ്പാ പോവല്ലേ, വാപ്പാ പോവല്ലേ, വാപ്പാ പോവല്ലേ ഉമ്മ. ഒന്ന് മിണ്ടാൻ പോലും കഴിയാതെ എന്നെ സന്തൂക്കിലേറ്റി ഇങ്ങനെ കൊണ്ടുപോകുമല്ലോ. അതാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്തെന്നറിയോ? ബാദിറൂ 2026 2027 കടന്നു വരും. സമയമില്ല, പെട്ടെന്നാണ് കടന്നു പോകുന്നത്. എല്ലാം പെട്ടെന്ന് കടന്നു പോകുമ്പോ സഹോദര, യുവാക്കളെ, യുവതികളെ, ആ മഹാന്മാരായ പണ്ഡിതന്മാര് സ്വഹാബത്ത് പറയുന്നു, നബി ഹുറൈറ ബാദിറൂ ബിൽ അഅമാലി സബ്ആ, 7 കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് ധൃതിയിലാക്കണേ, 7 കാര്യങ്ങൾ നിങ്ങൾ ധൃതിയിലാക്കണേ. എന്തെന്നറിയോ? ഇല്ലാ ഫഖ്റൻ മുൻസിയാ, നിങ്ങളെ മറപ്പിച്ച് കളയുന്ന ദാരിദ്ര്യം കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങൾ കുറെ സ്വതക്ക ചെയ്യണേ വാപ്പാ. അവസാനം പണമില്ലാതെ കൈ പോക്കറ്റിന്റെ ഉള്ളിൽ നിന്ന് 10 പൈസ എടുക്കാനില്ലാതെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നീ ഇരിക്കുമ്പോ പൈസ ഉണ്ടായ സമയത്ത് കുറെ കൊടുക്കാമായിരുന്നല്ലോ, എന്റെ കയ്യിൽ പണമുണ്ടായിരുന്നല്ലോ, അപ്പൊ കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് നീ മരിക്കുന്നതിന് മുമ്പ് വിചാരിച്ചിട്ട് കാര്യമില്ല വാപ്പാ. ഉള്ള സമയത്ത് 1000 രൂപയേ ഉള്ളൂ നീ കൊടുക്കണേ എന്ന് പരിശുദ്ധ റസൂൽ പഠിപ്പിക്കുമ്പോ കുറെ പണമുണ്ടാകുമ്പോ പടച്ചോനെ മറന്നു പോകുന്ന പണം കടന്നു വരുമ്പോ നീ അല്ലാഹനെ മറക്കല്ല വാപ്പാ. ആരോഗ്യമുള്ള നിന്റെ സമയത്ത് കുറെ ഇബാദത്ത് ചെയ്യൂ. 16 വയസ്സ് മുതൽ 17 വയസ്സ് മുതൽ പള്ളിയിൽ പോയി തുടങ്ങ്. കൃത്യമായിട്ട് 14-10 വയസ്സാകുമ്പോഴേ മക്കളെ പള്ളിയിൽ വിടൂ. അങ്ങനെ 15, 20, 25 ആകും, പള്ളിയിൽ നിന്ന് മാറാത്ത നിസ്കാരമാകൂ. 35, 40, 60 വയസ്സാകുമ്പോൾ നീ രോഗിയാകുമ്പോ നീ ഈ സമയത്ത് ചെയ്ത എല്ലാ നന്മകളും വയ്യാതിരിക്കുമ്പോഴും നിനക്ക് അല്ലാഹു എഴുതി വെക്കുന്നതാ. നിന്നെ ഇരുത്തിക്കളയുന്ന വാർദ്ധക്യത്തിന് മുമ്പ് തന്നെ നീ യൗവനത്തെ നീ കൂടുതൽ ഉപയോഗപ്പെടുത്ത്. തയ്യാറായിരിക്കുന്ന മരണമുണ്ടല്ലോ, റെഡിയാണ് മരണം, മരണം നിനക്ക് പിന്നെ വരുമെന്ന് നീ ചിന്തിക്കരുത്. ഹോസ്പിറ്റലിൽ പോയിട്ട് ICUവിൽ കിടന്നിട്ടേ നീ മരിക്കുമെന്ന് വാശി പിടിക്കരുത്. വീട്ടിലെ കട്ടിൽ കിടന്നിട്ട് കുറെ രോഗം വന്നിട്ടേ മരിക്കുമെന്ന് നീ ധരിക്കരുത്. അങ്കടി മുകർന്ന് വീട്ടിൽ പോണതിന് മുമ്പേ നിനക്ക് സ്ട്രോക്ക് വന്നേക്കാ, നിന്റെ ശരീരം കുഴഞ്ഞേക്കാ, അസ്റായിൽ വഴി തന്നെ നിപ്പുണ്ടാവാം വാപ്പാ. അതുകൊണ്ട് എല്ലാ ബലാകളും തട്ടിമാറണോ. പടച്ചവന്റെ ദീനിന് വേണ്ടിയിട്ട്, അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ട് ഹദിയ കൊടുക്കൂ. അങ്കടി മുകറിലെ പള്ളിയും മദ്രസയുടെ പഠിക്കുന്ന മക്കളെ വീലൂറ്റിയും വിളിച്ചു. എല്ലാ ഖൈറിലാവാൻ വേണ്ടിയിട്ട് പടച്ചവൻ ദീന് കൊടുക്കാനാ പറയാ. അബൂ ഹുറൈറ തങ്ങളാ പറയുന്നത്, ഞാനല്ല പറയുന്നത്. പരിശുദ്ധ റസൂൽ പറഞ്ഞ് കേട്ട് പഠിച്ചത് മഹാന്മാരാ പറയുന്നത്. അതുകൊണ്ട് വാപ്പാ ദജ്ജാൽ
വയസ്സുകാര് കടന്നു വരുന്നതിന് മുമ്പേ നീ ഒന്ന് നന്നാവ്. ലോകം അവസാനിക്കുന്നതിന് മുമ്പേ നീ ഒന്ന് നന്നാവ്. സമയം പെട്ടെന്നാണ് കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നീ ചെയ്യാന് പറയാ. അതുകൊണ്ട് എന്റെ പൊന്നാര ചെറുപ്പക്കാരാ, അള്ളാന്റെ ദീനായി ഇവിടെ പറയുന്നത്, അള്ളാന്റെ ദീനായി ഇവിടെ പറയുന്നത്. കമ്മിറ്റിക്കാരൊന്നും പിരിക്കാൻ പറഞ്ഞിട്ടില്ല. അവർക്ക് ഈ പണത്തിന്റെ പിരിവിന്റെ ആവശ്യത്തിന് നിങ്ങളെല്ലാവരും കൊടുക്കുന്നുണ്ടോ? സഹോദരാ, അള്ളാന്റെ ദീൻ ഇവിടെ പറയുമ്പോ ഈ മജ്‌ലിസിന്റെ ഒരു ബറക്കത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മളൊന്ന് കൊടുക്കണ്ടേ വാപ്പാ? അതൊരു ബറക്കത്താണല്ലോ. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര്, പരിശുദ്ധ റസൂലുള്ള മുതൽ ഇങ്ങോട്ട് വന്ന മഹാന്മാരായ പണ്ഡിതന്മാര് വാഴ വയ്ക്കുമ്പോ ബക്കറ്റിലെങ്കിലും എന്തെങ്കിലും ഒന്ന് ഇടാറുണ്ടോ? എന്തെങ്കിലും ഒരു ഹദിയ കൊടുക്കാറുണ്ടോ? അത് എന്തുകൊണ്ടെന്നറിയോ? നാളെ നമുക്ക് വരാനുള്ള ബലാകളെ തടയാനാ. പള്ളിയുടെ പള്ളിക്കുറ്റി എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ വാപ്പാ? അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ കൊടുത്താൽ എല്ലാ ബലാകളും മാറുമെന്ന്. കഴിഞ്ഞ മാസം എന്റെ അനുജൻ സുലൈമാൻ ബാക്കവിയാണ്. ഒരു അപകടമുണ്ടായി പ്രിയപ്പെട്ടവരെ. വണ്ടി വന്ന് തട്ടിയിട്ട് സുബ്ഹാനല്ലാഹ്, പടച്ചവന്റെ വലിയ കാവലാ. ചെറിയൊരു പൊട്ടല് തോളിലുണ്ട്. സഹോദര, അപകടങ്ങൾ എവിടെയാ പതിയിരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അത്രയേറെ ദാരുണമായ രംഗങ്ങൾ ആ റോഡിൽ വണ്ടി ഓടിച്ചു പോകുമ്പോ, മക്കള് സ്കൂളിൽ വിടുമ്പോ, നമ്മളെ വീട്ടിന്റെ പുറത്ത് പെങ്ങന്മാര് സഹോദരിമാര് പോകുമ്പോ തിരിച്ചു വരുന്നത് എന്തെന്നറിയോ? നമ്മുടെ കാരണവന്മാര് നമ്മുടെ വീട്ടിൽ ഇരുന്ന് ചെയ്യുന്ന ദുആയാണ്, അവര് കൊടുക്കുന്ന സ്വതക്കയാണ്. അതുകൊണ്ട് വാപ്പാ, റബ്ബ് നിങ്ങൾക്ക് തന്ന സമ്പത്തുണ്ടല്ലോ, അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരു ദിനം വരാനുണ്ട്, ഒരു മരണത്തിന്റെ ദിവസം വരാനുണ്ട്. പൊന്നുമോനെ, എല്ലാ ബലാകളും എനിക്ക് മാറാൻ വേണ്ടിയിട്ടു, എല്ലാ ഇടങ്ങേറുകളും മാറാൻ വേണ്ടിയിട്ടു അൽഹംദുലില്ലാഹ് ഒരുപാടൊന്നും എന്റെ കയ്യിലില്ല. അല്ലാ, ഉള്ളത് ഞാൻ തരാം ഉസ്താദ്. പടച്ചവന്റെ ദീനല്ലേ, അള്ളാന്റെ ദീനല്ലേ ഈ പറയുന്നത്? പടച്ചവനാണ്. ഞാൻ വലിയ വരുമാനമുള്ള ആളല്ലല്ലോ ഉസ്താദ്. എനിക്ക് ആരോഗ്യമുണ്ട്. പുറത്ത് പണിക്ക് പോകുമ്പോ എന്റെ മക്കൾക്ക് കഴിക്കാനുള്ള ഒരു ചെറിയ വരുമാനമേ എനിക്ക് കിട്ടുന്നുള്ളൂ. എന്തെങ്കിലും വെള്ളിയാഴ്ച പള്ളിക്ക് കൊടുക്കാറുണ്ട്, ദീനിന് കൊടുക്കാറുണ്ട്. കൊടുക്കാതിരുന്നിട്ടില്ല ഉസ്താദ്. പടച്ചവനാണ്, അങ്ങനെ തന്നെയാണ്, സത്യം തന്നെയാണ്. എന്നാലും വാപ്പാ, അള്ളാന്റെ ദീൻ പറയുന്ന ഒരു മജ്‌ലിസിലെ മലക്കുകൾ ആമീൻ ഇങ്ങനെ ചുറ്റും നിന്നവര് പറയുമ്പോ ഒരാമീന് കിട്ടാ എന്റെ വക. ഈ ദീൻ ഇങ്ങനെ നിലനിൽക്കണമല്ലോ, പള്ളി ഇങ്ങനെ സുന്ദരമായിട്ട് പോണമല്ലോ. എന്റെ വാപ്പ കബറില, ഉമ്മ കബറില, അവരെ കബറില പ്രതിഫലം കിട്ടണമല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ടു അൽഹംദുലില്ലാഹ് എന്നെ കൊണ്ട് കഴിയുന്ന 1000 രൂപ, 1000 രൂപ ഞാൻ കൊടുക്കാം. പള്ളിയിലെ വെളിച്ചത്തിന് വേണ്ടിയിട്ട്, പള്ളിയിൽ ചെലവഴിക്കുന്ന കറണ്ടിന് വേണ്ടിയിട്ട്, ആ കറങ്ങുന്ന ഫാനിന് വേണ്ടിയിട്ടു, അതിന്റെ നിസ്കരിക്കുന്ന നിസ്കാരക്കാരന്റെ സർവ്വകൂടി എനിക്കും കൂടി എന്റെ റബ്ബ് തരണമല്ലോ. എന്റെ കാരണവന്മാരെ കബറിലെത്തണമല്ലോ. എല്ലാ അപകട ദുരന്തങ്ങളിൽ നിന്നും എന്റെ റബ്ബെന്നെ കാക്കണമല്ലോ എന്ന നീയത്തിൽ ഞാൻ ആദ്യം കൊടുക്കാമെന്ന് പറയാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ആരെങ്കിലും ഒരാള് അള്ളാഹ് കബൂൽ ചെയ്യുമാറാവട്ടെ. ആരാ ഒരാൾ? 1000 രൂപ. ആരുമില്ല? 1000 രൂപ കൊടുക്കാൻ ഒരാൾ. അല്ലാ, മൈക്ക് ഓപ്പറേറ്റർ. അല്ലാഹ് കബൂൽ ചെയ്യുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الله കരുണയുള്ള അല്ലാഹ്, പാവപ്പെട്ട ഈ നാട്ടുകാരനാണ് എൻ്റെ പ്രിയങ്കരനായ സഹോദരൻ. മൈക്ക് ഓപ്പറേറ്ററാണ്, സ്വന്തമായിട്ട് മൈക്ക് വെക്കുന്നവനാണ്. അവന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്.
അവന്റെ ഈ സംവിധാനത്തിൽ ഒരു ബുദ്ധിമുട്ടും വരാതെ കാക്കണേ പടച്ചവനെ. അവരുടെ ശരീരത്തിന് നീ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അവരുടെ ഭാര്യയും മക്കളെയും നീ ഏറ്റെടുക്കണേ പടച്ചവനെ. ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും നീ വെക്കല്ലേ അല്ലാ. ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. ഉമ്മയും വാപ്പയും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അവരുടെ മണ്ണറകളെല്ലാം നീ മണിയറയാക്കണേ അല്ലാ. സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാ. കിട്ടുന്ന വരുമാനമൊന്നും ആശുപത്രിയിൽ കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട ഗതികേട് നീ അവർക്ക് വെക്കരുതേ അല്ലാ. കിട്ടുന്ന കാശ് വീട്ടിൽ ചെലവഴിച്ച് സമാധാനത്തോടെ മരണം വരെ ജീവിക്കാൻ അവസാനം ഖാബിദുൽ അർവാഹ് വരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അങ്ങ് വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹ് കബൂലാക്കട്ടെ. രണ്ടുപേരുടെ അല്ലാഹ് കബൂലാക്കുമാറാവട്ടെ. രണ്ടുപേരുണ്ടോ? ഒരാൾ ഒന്നുകൂടെ ഒരാളുടെ അല്ലാഹ് കബൂലാക്കുമാറാവട്ടെ. ഒരാൾ അൽഹംദുലില്ലാഹ് യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സനദി യാ ഹബീബല്ലാഹ്. പരിശുദ്ധ റസൂലിന്റെ വെള്ളിയാഴ്ച രാവിന്റെ ഈ പുണ്യമായ രാവിലെ ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയതിന്റെ ബറക്കത്ത് കൊണ്ട് രണ്ട് സഹോദരങ്ങളൂടെ കടന്നു വന്നിട്ടുണ്ട് റബ്ബേ. ആ പൊന്നാര വാപ്പമാർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ആരോഗ്യം നൽകണേ റബ്ബേ. ദീർഘായുസ് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ പടച്ചവനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഉറക്കൊന്ന് ആമീൻ പറ പടച്ചവനെ. കബൂൽ ചെയ്യണേ റബ്ബേ. അല്ലാഹു കബൂൽ ചെയ്യുമാറാണ്. നമ്മുടെ പ്രസിഡന്റ് 1000 രൂപ. യാ റഹ്മാനായ അല്ലാഹ്, യാ റഹ്മാനായ അല്ലാഹ്, എന്തെല്ലാം രോഗങ്ങളാണോ കുടുംബത്തിലും ശരീരത്തിലുമുള്ളത് നീ അത് മാറ്റി കൊടുക്കണേ റബ്ബേ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട ഭാര്യമാരെ, മക്കളെ, കൂട്ടുകുടുംബങ്ങളെ, മാതാപിതാക്കൾക്ക് എല്ലാവർക്കും ആഫിയത്തോടെ ആരോഗ്യത്തോടെ ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. മാരകമായ രോഗം നീ ശരീരങ്ങളിൽ വെക്കല്ലേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണം നീ വിധിക്കല്ലേ അല്ലാഹ്. അപകടങ്ങളിൽ പെടുത്തല്ലേ അല്ലാഹ്. സമാധാനത്തോടുകൂടി നീ ജീവിക്കാനും അവസാനം മരിക്കുന്ന ഒരു നേരം നീ കൊടുക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. മരണം വരെ നല്ല ഓർമ്മ കൊടുക്കണേ അല്ലാഹ്. നാളെ സ്വർഗത്തിൽ മുത്തുനബി തങ്ങളോടൊപ്പം ഒരു സ്ഥാനം കൊടുക്കണേ റബ്ബേ. നിന്റെ മുന്നിൽ നീട്ടുന്ന ഈ കൈകൾ, കൊടുക്കാൻ നീട്ടിയ കൈകൾ മറ്റൊരു മഖ്ലൂക്കിന്റെ മുന്നിൽ നീട്ടിയിട്ട് എനിക്ക് കാശിന്റെ ആവശ്യമുണ്ടെന്ന് പറയാൻ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് നീ വിധിക്കല്ലേ അല്ലാഹ്. എല്ലാ ഖൈറുകളും നൽകണേ റബ്ബേ. അല്ലാഹ് കബൂലാക്കുമാറാവട്ടെ. അബ്ദുല്ല പാറ 500 രൂപ. അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അബ്ദുല്ല പാറ എന്ന സഹോദരൻ 500 രൂപ. യാ റഹ്മാനായ അല്ലാഹ്, പ്രിയങ്കരനായ സഹോദരൻ 500 രൂപ പടച്ചവനെ നിന്റെ പള്ളിക്ക് വേണ്ടിയിട്ട് മദ്രസയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് റബ്ബേ. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കണേ റബ്ബേ. ഖൽബിന്റെ ഹലാലായ മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ പടച്ചവനെ. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണമല്ല. രോഗികളാണെങ്കിൽ ശിഫയാക്കണമല്ല. പെട്ടെന്നുള്ള മരണങ്ങൾ വിധിക്കല്ലേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മാരകമായ രോഗങ്ങൾ വിധിക്കല്ലേ പടച്ചവനെ. ശരീരം കീറി മുറിക്കുന്ന ഒരു രോഗം നീ വിധിക്കല്ലേ അല്ലാ. മരണം വരെ ആരോഗ്യത്തോടെ ആഫിയത്തോടെ അന്തസ്സോടെ ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് അവസാനം മരിക്കുന്ന വേളയിൽ ഒരാൾക്കും 10 പൈസ കൊടുക്കാനില്ലാതെ ഒരു ഹക്കും പാരയും വീട്ടാനില്ലാതെ നല്ല ഈമാനോടെ ഇതുപോലെ വെള്ളിയാഴ്ച രാവ് മരിക്കാനും തൗഫീഖ് കൊടുക്കണേ അല്ലാ. ഇടങ്ങേറ് ബലാ മുസീബത്തുകളെല്ലാം നീ തട്ടി മാറ്റണേ അല്ലാ. അല്ലാഹു
കബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ 10:41 അവസാനിപ്പിക്കുകയാണ്. എന്തായാലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി ഇതുപോലുള്ള വാളുകൾ നമുക്ക് ഇനിയും വെക്കണം. അവസാന സമാപന ദിവസം നാളെയും മറ്റന്നാളുമാണ്. എല്ലാവരും ഉണ്ടാകണം. പ്രത്യേകിച്ച് എൻ്റെ വിശിഷ്യ എൻ്റെ സഹോദരിമാര്. പെണ്ണുങ്ങൾ എവിടെ ഇരിക്കണേ? പെണ്ണുങ്ങളെ സൈഡിലായിരിക്കണേ? ബാക്കിലാ? അപ്പുറ സൈഡ്. ഇൻഷാ അല്ലാഹ് അല്ലാഹ് കബൂലാക്കുമാറാവട്ടെ. അല്ലാഹ് കബൂലാക്കുമാറാവട്ടെ. അല്ലാഹ് സ്വീകരിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് എന്തെങ്കിലും ഒരു ഹദിയ കൊടുക്കാനുണ്ടെങ്കിൽ ഒരു 313 രൂപയോ ബദരീങ്ങളെ പേരിലോ ഇൻഷാ അല്ലാഹ് നിങ്ങളെ പറ്റി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയുള്ളൂ. നിങ്ങൾ വിഷമിക്കണ്ട. അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പടച്ചവനെ, കരുണയുള്ളവനെ, ഒരു സഹോദരൻ 500 രൂപ. സ്വന്തം ഉപ്പാക്കും ഉമ്മയും മരണപ്പെട്ട് കബറിലാണല്ലോ. എന്റെ ഉപ്പായും ഉമ്മായും എത്ര കഷ്ടപ്പെട്ടിട്ടെന്നറിയോ റബ്ബേ, ഞങ്ങളെ വളർത്തി വലുതാക്കിയത്. അവര് കബറില അല്ലാ, അവരെ മണ്ണറയിലേക്ക് വേണ്ടി ഞാൻ 500 രൂപ തരാ, ഞാൻ പാവമാണ്, സാധുവാണ് എന്ന് പറഞ്ഞൊരു പാവപ്പെട്ടവൻ വന്ന് തന്ന കബൂലാക്കണേ റബ്ബേ. ആ കബറിലേക്ക് ആ ഹദിയ നീ ഇപ്പോഴെത്തിച്ചവരെ പാവങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ലാ. അവരെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. സ്വർഗം നൽകണേ അല്ലാ. അവരെ ഇടങ്ങേറ് ചെയ്യല്ലേ അല്ലാ. എല്ലാവിധ പാവങ്ങളും ആ പാവങ്ങൾക്ക് നീ മാഫാക്കി കൊടുക്കണേ റബ്ബേ. തന്റെ മകൻ 500 രൂപ കൊടുത്തതിന്റെ സന്തോഷം ആ ഖബറിൽ നീ അറിയിക്കണേ പടച്ചവനെ. നാളെ സ്വർഗത്തിൽ വെച്ച് ആ പൊന്നുമോനെയും മാതാപിതാക്കളെയും കൂട്ടുകുടുംബങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാഹ് കബൂലാക്കുമാറാവട്ടെ. അല്ലാഹ് കബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ഒരു പേപ്പർ അവിടെ കൊടുത്താൽ അവരെഴുതി തരും. 313 സംഘാടകരൊക്കെ ഒന്ന് സഹകരിച്ച് അവിടെ കൂടെ ചെല്ലി. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. എൻ്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, കാസർഗോഡ് എപ്പോ വന്നാലും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ വളരെ റാഹത്തായിട്ട് നിങ്ങൾ വെറുതെ കയറ്റ് നല്ല ഈമാനോട് കൂടിയാ നടക്കുന്നത്. എന്നാൽ യുവതികളായ എൻ്റെ ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങളോട് അവസാനം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക, പൊന്നാര പെണ്ണേ, അല്ലാഹു തന്ന ആരോഗ്യത്തിന്റെ ഈ സമയത്ത് എൻ്റെ പൊന്നാര പെങ്ങളെ നിങ്ങൾ ഈമാനോടുകൂടി ജീവിക്കണേ. പിന്നെ ബഹുമാനപ്പെട്ട പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു ഫാത്തിമ ബീവിയോട് ചോദിക്കുന്നുണ്ട്, ഫാത്തിമ, സ്വർഗത്തിന്റെ നിന്റെ നേതാവാണ് ഫാത്തിമ ബീവി. ആ ഫാത്തിമ ബീവിയോട്, യുവതിയായ ഫാത്തിമ ബീവിയോട് 28 വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ പൊന്നുമോള് ഫാത്തിമാനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നുണ്ട്, ഫാത്തിമ, അലാ തറാ അയ്യു ശൈഉൻ ഖൈറുൽ ലിൽ മർആ. വാപ്പാ പൊന്നുമോളോട് ചോദിച്ചിട്ടുണ്ടോ? പൊന്നുമോളെ ചേർത്ത് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ടോ? മോളെ, നിനക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നുണ്ട്, മോളെ, ഒരു പെണ്ണിന് ഏറ്റവും നന്മയുള്ള കാര്യം ഏതാണ് മോളെ എന്ന് ഫാത്തിമ ബീവി എടുത്ത് ചോദിക്കുമ്പോ അതാണ് സംഘാടകരുടെ മറവെച്ചിരിക്കുന്നത്. സംഘാടകര് മറവെച്ചിരിക്കുന്നതാണ്. ഫാത്തിമ ബീവി പറഞ്ഞു എന്തെന്നറിയോ? അല്ലാ തറാ റജുലൻ വലാ യറാഹ റജുലൂ. യുവതിയായ പെങ്ങളെ കേട്ടോ, കോളേജിൽ പഠിക്കുന്ന, മദ്രസയിൽ പഠിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന പൊന്നാര പെങ്ങളെ നീ കേട്ടോ, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പറയാ, ഒരു പെണ്ണ് ഒരാണിനെ കാണാതിരിക്കലാണ് നബിയെ ഏറ്റവും പെണ്ണ് നല്ലത്. അതുപോലെ ഒരാണും അന്യ പെണ്ണിനെ കാണാതിരിക്കലാണ് നല്ലതെന്ന്. അതാണ് ഒരു പെണ്ണിന് ഖൈറെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. അല്ലാഹു എല്ലാ ഖൈറുകളും നന്മകളും നമുക്ക് ചൊരിയുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹുവിനെ ഓർത്ത് തലമറച്ച്
ഔറത്ത് മറച്ച് ഈമാനോടെ യുവതികളായി നല്ല ഈമാനുള്ള യഖീനുള്ള നാളെ ഫാത്തിമ ബിയുടെ പിന്നിൽ അണിനിരക്കാനുള്ള പൊന്നുമോളായി നിങ്ങൾ മാറണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. പെണ്ണിനെ പറ്റിയാണ് പാട്ട് പാടുന്നത്, യുവതികളെ പറ്റിയാണ് പാട്ട് പാടുന്നത്. എല്ലാവരും പെണ്ണുങ്ങളെ പറ്റി പാടുമ്പോ നിങ്ങൾക്കറിയണോ, അത്താ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാ പറയുന്നത്, മുത്തുനബി തങ്ങളുടെ ഒരു പെണ്ണ് വരികയാ. സഹോദരൻ 500 രൂപ കൊണ്ടുവന്നിട്ടുണ്ട് ഉപ്പാടെ പേരിൽ. ദുആ ചെയ്യാൻ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു കബൂൽ ചെയ്യുക. എല്ലാ സഹോദരങ്ങളും ഹദിയ കൊടുക്കാനുള്ളത് സംഘാടകരുടെ അടുത്ത് കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് അറിയിക്കും. നമുക്ക് ദുആ ചെയ്യാം. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. ദുആ ചെയ്തിട്ടേ പിരിയുള്ളൂ. വെള്ളിയാഴ്ച രാവാണ്, അതിന് മുമ്പ് ആരും പോകരുത്. വെള്ളിയാഴ്ച രാവിലെ നമുക്ക് ദുആക്ക് ഇജാബത്തുണ്ട്. നമുക്ക് എല്ലാവരുടെ അടുത്ത് വന്നിരുന്ന് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തിട്ട് പിരിയണം. സംഘാടകരൊക്കെ വരണം. ഇൻഷാ അല്ലാഹ് ലിസ്റ്റ് വായിക്കാനുള്ളത് കൊണ്ടുവരണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നാളെയും പരിപാടിയുണ്ട്, ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല. അള്ളാഹു നമ്മുടെ എല്ലാ പരിപാടികളും വിജയിപ്പിക്കട്ടെ. ഇതൊക്കെ സംവിധാനിച്ച് സംഘടിപ്പിച്ച് എല്ലാവർക്കും എല്ലാ ഖൈറുകളും അള്ളാഹു നൽകുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവതികളോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നു, അലാ ഉരീകം റഅതൻ മിൻ അഹ്ലിൽ ജന്ന. സ്വർഗ്ഗത്ത് പോകുന്ന ഒരു പെണ്ണിനെ പറ്റി നിങ്ങൾക്കറിയണോ? ഒരു കറുത്ത പെണ്ണാണ്. സംഘടന എല്ലാവരും ബുക്കിൽ സഹോദരിമാരെ സംഘാടക പേപ്പർ നിങ്ങൾ കൈ തരും. അപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയേണ്ടത് 313 1001 എന്തെങ്കിലും ഒരു ഹദിയ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൊടുക്കുകയും അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. അള്ളാഹു എല്ലാ രോഗവും ശിഫ, ശരീരത്തുള്ള രോഗമുണ്ടെങ്കിൽ അതൊക്കെ മാറണമെന്ന് നിയത്ത് വെച്ച് നിങ്ങൾ കൊടുക്കുകയും ഈ ലൈറ്റ്, ഈ വെളിച്ചം ഇതൊക്കെ സംവിധാനിക്കാൻ വേണ്ടി ഇവരുടെ കയ്യിൽ വേറെ കാശൊന്നുമില്ലല്ലോ. അവർ സംഘടിപ്പിച്ച് സംവിധാനിച്ച് എല്ലാ വർഷവും ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ നമ്മളെ പൊട്ടുള്ള ആളുകൾ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് 100 ആണെങ്കിൽ 100, 200 ആണെങ്കിൽ 200, 1000, 10,000, 20,000, 1 ലക്ഷം ഒന്നും കൊടുക്കണ്ട. ഒരു രോഗം വന്ന് ഹോസ്പിറ്റലിൽ പോയാൽ നമ്മൾ കൊടുക്കേണ്ട പൈസ നമുക്കറിയാം. എത്ര രൂപയാ? ഒരു സഹോദരൻ ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ പോയി 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപ. കൈ വന്ന് ഒടിഞ്ഞ്, പിന്നെ അതിനകത്ത് ഡോക്ടർ പറഞ്ഞു കമ്പി ഇട്ട് സ്ക്രൂ കയറ്റണം. 1.5 ലക്ഷം രൂപ. അള്ളാഹു കാക്കുമാറാവട്ടെ. അള്ളാഹു കാക്കുമാറാവട്ടെ. ഒരു രോഗം വരുന്നിട്ട് നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോയി പൈസ ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങളോട് കൊടുക്കാൻ വേണ്ടി പറയണല്ല. നിങ്ങൾ കൊടുത്താലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ എവിടെ ചെന്ന് ചോദിച്ചാൽ അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അത് കൊടുക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇതുകൊണ്ട് നിങ്ങളെ കൊടുക്കുന്ന ഈ ഹദിയകൾ, ഇവിടെ വാഴ് പറയുന്ന ഉസ്താദന്മാരെ പിരിക്കുമ്പോൾ നിങ്ങൾ എന്തിക്കും? ഇയാൾക്ക് വേറെ പണിയില്ലേ, ഇയാൾക്ക് കുറെ പിരിക്കാൻ വേണ്ടി ഇവിടെ വന്നേക്കണം. അങ്ങനെയല്ല. ഈ ദീന്, ഈ പള്ളി, ഇതൊക്കെ നിലനിന്നത് ഒരാളുടെ പൈസയല്ല, എല്ലാവരും കൂടി ഇതിനകത്ത് ചെലവഴിക്കുമ്പോഴാണ്. അങ്ങനെ ഇങ്ങനെ സദസ്സ് വെക്കുമ്പോൾ അതിങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ദുആ കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം ചെറുതല്ല. പണ്ടുള്ള കാരണവന്മാരും ഉമ്മമാരും അരഞ്ഞാണവും കൊലുസും മാലയും ഇതൊക്കെ കൊടുത്തിട്ടാണ് ഈ പള്ളികളൊക്കെ കെട്ടിപ്പൊക്കിയത്. എത്ര പള്ളികൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിലുണ്ട്. കുമ്പള, കാസർഗോഡ് ഇങ്ങനെ വന്നാൽ കുമ്പള മുതൽ ഇങ്ങട്ടി ഈ അങ്കടിമുഖർ വരെ ഒന്ന് എണ്ണി നോക്കിയാൽ 100 കണക്കിന് പള്ളിയില്ലേ. ഞാൻ തന്നെ ഒളയമക്കാം ഉറൂസ്, കുമ്പളമക്കാം, ആരിക്കാടി കടവത്ത്, അങ്ങനെ ഇവിടെ എത്ര ഉറൂസിന് വന്നിട്ടുണ്ടെന്നറിയോ? എത്രയോ പള്ളികൾ. ഈ പള്ളികളൊന്നും അത്യാഡംബര പള്ളികളാണെങ്കിലും ഇതിനെല്ലാം പാവങ്ങളുടെ പൈസയാണ് അതിന്റെ അടിക്കല്ല്. അങ്കടി മുതൽ നിങ്ങളാരും കോടീശ്വരന്മാരല്ല, നിങ്ങളാരും യൂസുഫ് അലി അല്ലെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള 1 രൂപ ഇങ്ങനെ കൈപൊക്കാൻ പറയുമ്പോൾ കൈപൊക്കിയിട്ട് കൊടുക്കുന്ന ഒരു ഐക്യദാർഢ്യമാണ്. എൻ്റെ റബ്ബിന്റെ പള്ളി, എൻ്റെ ദീനിന്റെ പള്ളി, ഇങ്ങനെയുള്ള മജ്ലിസ് നിലനിൽക്കാൻ ഞാനും കൂടി ഉണ്ടെന്ന് പറയുന്നതിന്റെ ഐക്യദാർഢ്യമാണത്. അത് ഏത് മജ്ലിസിൽ പോയിരിക്കുമ്പോഴും നമ്മൾ 500 എങ്കിൽ 500, 100 എങ്കിൽ 100, 1000 എങ്കിൽ 1000 കഴിയുന്ന കൊടുക്കണം. അതിന് ഒരിക്കലും നഷ്ടം വരില്ല. അത് ഞാൻ നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാം. അള്ളാഹു ബറക്കത്തെ ചെയ്യുള്ളൂ. ഇനിയിപ്പം ഇവിടെ കുറെ എൻ്റെ അടുത്ത് ഇതുവരെ കമ്മിറ്റിക്കാരെ പിരിക്കാൻ പറഞ്ഞിട്ടല്ല ഞാൻ ചോദിച്ചത്. അതൊരു ബറക്കത്താണ്. ഏത് സദസ്സിൽ പോയാലും ഞാൻ ചോദിക്കും. അത് കൊടുക്കുന്നവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യും. അത് നാളെയും മറ്റന്നാളും അടുത്ത വർഷവും കയറി വരുന്ന കമ്മിറ്റിക്കാർക്കും അത് പരിപാടി നടത്താൻ പ്രചോദനമാവും. കടങ്ങളില്ലാതെ, ദുഃഖങ്ങളില്ലാതെ അത് നടന്നു പോവുകയും ചെയ്യും. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അതുപോലെ സഹോദരിമാര്, നിങ്ങളെ കൊണ്ട് ഒരു പരിധിയുണ്ട്. ഭർത്താവ് തരുന്ന കാശ്, ഉമ്മ ഗൾഫിൽ നിന്ന് മക്കൾ കൊടുക്കുന്ന കാശ്, ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളൂ. പക്ഷെ അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പുണ്യങ്ങളും എത്രയോ പെണ്ണുങ്ങൾ. ഇപ്പോൾ ഒരു സഹോദരി നമ്മുടെ നാട്ടില് ഒരു കുടുംബത്തിൽപ്പെട്ട ഗർഭിണിയായ സഹോദരിയാണ്. യൂട്രസിന് കട്ടി കുറവാണ്.
യൂട്രസിന് കട്ടി കുറഞ്ഞാൽ പറ്റുന്ന കുട്ടി 7 മാസം ആകുമ്പോൾ കുട്ടി പുറത്തുനിന്ന് വരും. ആ കുട്ടീനെ പിന്നെ NICU കയറ്റണം, പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ച് ഇടാൻ പറഞ്ഞേക്കാണ്. അള്ളാഹ് ശിഫ കൊടുക്കുമാറാവട്ടെ, അള്ളാഹ് ശിഫ കൊടുക്കുമാറാവട്ടെ. അതുകൊണ്ട് 100 കണക്കിന് രോഗങ്ങൾ പെറ്റുപെരുകുന്ന ഈ നാട്ടിൽ ഒരു ഹോട്ടൽ ഉണ്ടാക്കിയാൽ അപ്പ 2 ഹോസ്പിറ്റലിന് കല്ലിടാണ്. ഒരു ഹോട്ടൽ വന്നാൽ തൊട്ടടുത്ത് 2 ഹോസ്പിറ്റലിന് കല്ലിടാണ്. മാരകമായ രോഗങ്ങളാണ്. എവിടെ നോക്കിയാലും ക്യാൻസറാണ്. ജുമായ്ക്കൊക്കെ ദുആ ചെയ്യും. എൻ്റെ മഹല്ല ഒരു ഉസ്താദിന്റെ ഭാര്യയ്ക്ക്, പ്രിയപ്പെട്ട ഭാര്യ, ഒരുപാട് വയസ്സൊന്നുമില്ല, ക്യാൻസർ പിടിച്ചേക്കാണ്. ഇടത്തെ മാരടം മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. അള്ളാഹു ശിഫ കൊടുക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇതൊന്നും വരാതിരിക്കാൻ നമുക്ക് പറ്റുന്ന ഒരു 10 രൂപ കൊണ്ടായിരിക്കും. അസ്സദഖത്തു റദ്ദുൽ ബലാ എന്ന് ഞാൻ പറഞ്ഞതല്ല, പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 500 എങ്കിൽ 500, 100 എങ്കിൽ 100 അവരുടെ അടുത്ത് പറയും നമുക്ക് ദുആ ചെയ്യിപ്പിക്കാൻ. അള്ളാഹ് കബൂൽ ചെയ്യുമാറാവട്ടെ. മക്കളില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, കുടുംബം ഇല്ലാത്തവരുണ്ട്, ദുഃഖവും ദുരിതവും ഉള്ളവരുണ്ട്. ഞാനിപ്പം എന്നെ വിളിച്ച അബൂബക്കർ സിദ്ദീഖാണ്. അബൂബക്കർ സിദ്ദീഖ് വിളിച്ചപ്പോൾ എനിക്ക് ട്രെയിൻ ബുക്ക് ചെയ്യാൻ ഞാൻ ലേറ്റായി പോയി. നാളെ ജുമായ്ക്ക് കൃത്യമായിട്ട് പള്ളിയിലെത്തിയേ പറ്റുള്ളൂ. നാളെ പൊതുയോഗമാണ്. അത് കഴിഞ്ഞ് ഇൻഷാ അള്ളാഹ് കണിയാവരം മക്കാമുൽ ഉറൂസാണ്, അവിടെ പ്രഭാഷണമുണ്ട്. അപ്പോൾ എനിക്ക് നിരന്തരമായിട്ട് പോകുന്നത് കൊണ്ട് ഞാൻ ഇവിടെ കമ്മറ്റിക്കാരൻ സംഘാടനം പറഞ്ഞേക്കുന്നത്, എൻ്റെ സാമ്പത്തിക വിഷയത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേ വേണ്ട. ഞാൻ അങ്ങനെ മോഹിച്ചു വന്ന ആളല്ല. കാസർഗോഡ് എന്നല്ല ഒരു സ്ഥലത്ത് ഞാൻ അങ്ങനെ മോഹിച്ചു പോകുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിൽ ടെൻഷൻ അടിക്കണ്ട. പിന്നെ രാവിലെ 3:30-ക്കാണ് ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ഞാൻ ഒന്നും ഒരു പ്രശ്നമല്ല. കാരണം ഒരു പള്ളി എന്ന് പറയുന്നത്, ഒരു മഹൽ എന്ന് പറയുന്നത് കൊണ്ടുപോകാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടും പ്രാരാബ്ദവും അല്ല. വർത്തമാന കാലഘട്ടത്തിൽ വഖഫ് ബില്ലിന്റെ വിഷയങ്ങൾ, പള്ളി പൊളിക്കാൻ വെമ്പൽ കൊള്ളുന്ന വലിയൊരു ഭരണകൂടം, പല വിഷയങ്ങളാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ നാട്ടുകാരും ഇവിടെ ഇപ്പം എല്ലാവരും, എല്ലാ സംഘടനക്കാരും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമയോടുകൂടി പോകുന്ന ഒരു നാടാണ് അങ്കടിമുഖർ. ഞാൻ അങ്ങനെ മനസ്സിലാക്കുകയാണ്. അള്ളാഹു എല്ലാ ഒരുമയും കെട്ടുറപ്പും നിങ്ങൾക്ക് തരുമാറാവട്ടെ. എല്ലാ ബറക്കത്തുകളും അള്ളാഹു നൽകുമാറാവട്ടെ. അതുകൊണ്ട് ആ ഒരുമയോടുകൂടി നിങ്ങൾ നിൽക്കുന്നതും ആ ആർജവം നിങ്ങൾക്ക് ഉണ്ടാകുന്ന നമ്മുടെ കാരണവന്മാർ തന്നതാണ്. നമ്മുടെ കാരണവന്മാരുടെ ഐക്യവും കെട്ടുറപ്പും, മരണപ്പെട്ടു പോയ നിങ്ങളുടെ കബറ് കിടക്കുന്ന ഉപ്പമാരും ഉമ്മമാരും നിങ്ങൾ ചെയ്യുന്ന നന്മകളുടെ ഫലങ്ങൾ അവർ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. ആ ആസ്വദിക്കുന്ന ആസ്വാദനങ്ങൾ നിങ്ങൾ ചെയ്തു വെച്ചിട്ട് നിങ്ങൾ മരിച്ചു പോയാൽ നാളെ നിങ്ങൾ പോയി കിടക്കുന്ന കബറിന്റെ ഉള്ളിൽ നന്മ വെക്കാൻ കുറെ ആൾക്കാരുടെ അള്ളാഹു തരും. അള്ളാഹു അങ്ങനെ ആക്കുമാറാവട്ടെ. അതുകൊണ്ട് മരണം വരെയും മരിച്ചു കിടക്കുമ്പോ നമ്മളെ കബറിലും സമാധാനം എത്തുന്ന നന്മയുള്ള നാടാക്കി നമ്മുടെ നാടിനെ അള്ളാഹു മാറ്റുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടുകൂടി പറയാ, മഹാനായ റസൂലുള്ള പറഞ്ഞു, ഔറത്ത് മറച്ച് നടക്കാ. കറുത്ത പെണ്ണാണ് പറയുന്നത്, നബിയേ ബോധം കെട്ടാണ് ഞാൻ വീഴുന്നത്, അതുകൊണ്ട് എനിക്ക് എന്റെ നാണം മറയ്ക്കണം നബിയേ. അള്ളാന്റെ റസൂല് ചോദിച്ചു, നിനക്ക് രോഗം മാറണോ അതോ സ്വർഗം വേണോ പെണ്ണേ? സ്വർഗം മതി നബിയേ, പക്ഷേ ബോധം കെട്ട് നിലത്ത് വീഴുമ്പോ എന്റെ ഔറത്താരും കാണാൻ പാടില്ല എന്ന് പറഞ്ഞു സ്വർഗം മേടിച്ചൊരു കറുത്ത പെണ്ണുണ്ട്. അള്ളാന്റെ റസൂല് പറയാ, ഉമ്മു സമ്ര എന്നാണ് ആ പെണ്ണിന്റെ പേര്. അതുകൊണ്ട് യുവതികളായ പെണ്ണെ, നീ ഒരാളാണ് ഈ നാടിന്റെ നാശത്തിന് കാരണമെങ്കിലും, ഒരു പെണ്ണാണ് ഒരു നാട്ടിൽ വ്യഭിചാരിണിയായിട്ട് മാറുന്നതെങ്കിലും ആ നാട് മുഴുവനും അത് നാറ്റ കേസാണ്, നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ നന്മയുള്ളവളാവട്ടെ, നമ്മളെ വീട്ടിലുള്ള ഉമ്മമാര്. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയാണ്, കമ്മറ്റിക്കാരോട്, യുവാക്കളോട്, സഹോദരങ്ങളോട്, വ്യഭിചരിക്കാൻ പാടില്ല, കള്ളു കുടിക്കാൻ പാടില്ല. അങ്കടിമുഖർ ഒരു നല്ല നാടാണ്. അവിടെ പോലീസിന്റെ കേസുണ്ടാകാൻ പാടില്ല, വ്യഭിചാരികളുടെ കേസുണ്ടാവാൻ പാടില്ല, മദ്യപാനം ഉണ്ടാകാൻ പാടില്ല, ലഹരി ഒഴുകാൻ പാടില്ല. കാരണം കാരണവന്മാരങ്ങനെ കാത്തു സൂക്ഷിച്ച മഹല്ലാണിത്. എത്രയോ പാവപ്പെട്ട ഉപ്പമാര് നടുവൊടിഞ്ഞ് പണിയെടുത്തിട്ടുണ്ടാക്കിയ സംവിധാനങ്ങളാണ്. നമ്മുടെ യുവാക്കളെ ഒറ്റക്കെട്ടായിട്ട് നിന്നു, ഒരു വേർതിരിവുമില്ലാതെ തോളോട് തോള് ചേർന്ന് നിന്നു, ഒരു സംഘടനാ വൈജാത്യങ്ങളും ഇല്ലാതെ, ഒരു രാഷ്ട്രീയ നിലപാടിന് വൈജാത്യങ്ങളില്ലാതെ, ഏത് പാർട്ടിയാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടു മഹലിന് വേണ്ടിയിട്ട് തോളോട് തോളിന് നിന്നുകൊണ്ടു ആ കാരണവന്മാര് കാണിച്ചു എന്ന് നെഞ്ചോട് ചേർത്താൽ അള്ളാഹുവിന്റെ സഹായം ഇങ്ങനെ മഴ പോലെ പെയ്യുന്നതാണ്. അത് നമ്മളെ മക്കള് തലമുറയും അനുഭവിക്കുന്നതാണ്. യാ അല്ലാഹ്, അതിനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ഒന്ന് ഇവിടം വരെ വന്ന് നിന്നാൽ പരസ്പരം ഒന്ന് കണ്ട്, ഇനി പോയാൽ ഞാൻ എപ്പോഴാണ് പറഞ്ഞതെന്ന് പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് മുഖത്തോട് മുഖം നോക്കി ഒന്ന് ദുആ ചെയ്ത് പോവല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? എന്നാന്ന് എല്ലാവരും എഴുന്നേറ്റെ, എല്ലാവരും എഴുന്നേറ്റ്. ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ്. ഒന്ന് എല്ലാവരും ഇങ്ങോട്ട് വരി ഇൻഷാ അല്ലാഹ്. ഒന്ന് ഇവിടം വരെ ഒന്ന് നിൽക്കി ഇൻഷാ അല്ലാഹ്. ഒന്ന് എല്ലാവരും ഇവിടെ വരി. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ലിസ്റ്റ് വായിക്കാണ്ടോ സാർ?
എല്ലാവരും ഒന്ന് വരി. ഇവിടെ വന്നേക്ക് റസാഖെ ഒന്ന് പൊക്കി എല്ലാവരും പിടി. എല്ലാവരും ഇനി വരി. സംഘാടകരും കമ്മിറ്റിക്കാരും അവിടെ നിൽക്കുന്ന സാറേ വാ, എല്ലാവരും വരി ഇൻഷാ അല്ലാഹ്. ബഹ്റൈനിലെ സുഹൃത്തുക്കൾ വായിച്ചു, അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഒരുപാട് വിദേശത്തുള്ള അഫ്സൽ ബുളയാളം മരിച്ച ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ 2000, ഒരു സഹോദരൻ ദുആ ചെയ്യാൻ 313, ഒരു സഹോദരി 100 രൂപ, ഒരു സഹോദരൻ 100 രൂപ. മരിച്ച ഉമ്മാക്കും ഉപ്പാക്കും ദുആ ചെയ്യാൻ ഒരു സ്ത്രീ 500, മരിച്ച ഉപ്പാക്ക് ദുആ ചെയ്യാൻ 100, മരിച്ചുപോയവരുടെ പേരിൽ ദുആ ചെയ്യാൻ 500. ഹലാലായ മുറാദ് ഹാസിലാവാനും ആക്കിബത്ത് നന്നാവാനും ഒരു സ്ത്രീ 313, മരിച്ചവരുടെ മേൽ ദുആ ചെയ്യാൻ ഒരു സ്ത്രീ 313, ഒരു യുവാവ് മരിച്ച ഉമ്മാന്റെ പേരിൽ ദുആ ചെയ്യാൻ 500, ഒരു സ്ത്രീ ദുആ ചെയ്യാൻ 313, ഒരു സ്ത്രീ ദുആ ചെയ്യാൻ 1000 രൂപ. സ്റ്റാൻഡില്ലേ നമ്മളൊക്കെ പോയാ 1000 രൂപ എന്നിട്ട് പുള്ളി പോയാ ഇവിടെ റഫീഖ് എന്നല്ലേ പേര്? റഫീഖ് അല്ലേ? റഫീഖ വരിക. റഫീഖ ആദ്യമായിട്ടാണ് ഇങ്ങനെ വൈകാറിനെ കാണാൻ, താടിയൊക്കെ വെച്ച്. സൗണ്ടൊന്ന് കൂട്ടി വെച്ചു. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ ഒരുപാട് നമ്മളിപ്പോൾ 500, 1000 വെച്ച് കൊടുക്കുമ്പോഴും ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി ഇതൊക്കെ ലൈവായിട്ട് അവർ കാണുന്നുണ്ട്. ബഹ്റൈനിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒന്ന് ഷെരീഫ് കലാനഗർ 5000 രൂപ. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്യണം. അവർ ഈ നാട് ഭാര്യയെ വിട്ട്, നമ്മളെല്ലാം ഭാര്യയുടെ കൂടെ കിടക്കും, മക്കളെ കൂടെ ജീവിക്കും, ഉമ്മാടെയും വാപ്പാടെയും കൂടെ ജീവിക്കും. ഇവർക്ക് അതും എല്ലാം ഉണ്ടോ പ്രവാസികൾക്ക്? എനിക്കറിയാം ഒരു പ്രവാസിയുടെ ദുഃഖം. നമ്മളെ മാമാരും കൊച്ചാപ്പാരും ഒരുപാട് പേര് അവിടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് അവരുടെ ദുഃഖങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അവർ ഈ തരുന്ന 5000 രൂപയ്ക്ക് 5000 കോടി രൂപയുടെ മൂല്യമുണ്ട്. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കുമാറാവട്ടെ. പകരം അള്ളാഹു സ്വർഗം കൊടുക്കുമാറാവട്ടെ. അലി റൈഹാൻ 5000 രൂപ. അള്ളാഹുവേ, അവന്റെ എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ പടച്ചവനെ. എല്ലാ ബറക്കത്തുകളും കൊടുക്കണേ റബ്ബേ. ഷെരീഫ് കലാനഗർ സക്കീർ മഫാസ് 5000 രൂപ. അള്ളാഹു അവന് നീ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ. അള്ളാഹ് ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. എല്ലാ ബറക്കത്തുകളും ഖൈറും അവന് നൽകണേ പടച്ചവനെ. ഒരു സുഹൃത്ത് 10000 രൂപ, ബഹ്റൈനിലുള്ള ഒരു സുഹൃത്ത്, പേര് പറയണ്ട, എനിക്ക് വേണ്ടി ദുആ ചെയ്താൽ മതി. അള്ളാഹുവേ, അവന്റെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ പടച്ചവനെ. അവന്റെ കുടുംബത്തിനെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. ആഖിബത്ത് നന്നാക്കി കൊടുക്കണേ പടച്ചവനെ. അബ്ദുറഹ്മാൻ PA താഴെ 5000 രൂപ. അള്ളാഹുവേ, അവന് നീ എല്ലാ ഖൈറും കൊടുക്കണേ പടച്ചവനെ. ഇവരെ കുടുംബങ്ങളിലെല്ലാം നീ ബറക്കത്തും സമാധാനവും ഐശ്വര്യവും റാഹത്തും നീ നൽകണേ അള്ളാഹുവേ. സിദ്ദീഖ് അമ്പട്ടകണ്ടം 5000 രൂപ. റഊഫ് സംസം 5000 രൂപ. ഷരീഫ് 313 കുമ്പള 5000 രൂപ. ഷരീഫ് ഷെറൂർ 5000 രൂപ. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ